بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ ഒരു ഹാളിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും ആരോഗ്യവും സമ്പത്തുമെല്ലാം നാളെ പരലോകത്ത് ഖനം തൂങ്ങുന്ന അമലുകളാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കാറുള്ള പരിശുദ്ധമായ റമദാൻ നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് റമദാനിന്റെ മഹത്വമെന്നും ആ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അത് മുഖേന പാരത്രികമായ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഉണർത്താനുള്ളത്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടവരും അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കടന്നു വരുമ്പോൾ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി റമദാനിന്റെ നോമ്പിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, അതുപോലെ റമദാനിന്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതൊരു നബിചര്യയാണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മളും ഇതുപോലെ ഒരുമിച്ച് കൂടി ഇങ്ങനെയൊരു സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം. സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികൾ അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിനു വേണ്ടി ജീവിച്ചവരായിരുന്നു. നമുക്കറിയാമല്ലോ, പല മഹാന്മാരുടെ ചരിത്രങ്ങളും നമ്മളൊക്കെ കേട്ടവരായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അവർ സ്വർഗത്തിനു വേണ്ടിയാണ് ജീവിച്ചുപോയത്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വരികയും, നബിയെ, ഈ യുദ്ധത്തിൽ ഞാൻ മരിച്ചാൽ എനിക്ക് എന്താണ് ലഭിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. അത് കേട്ട ഉടനെ അദ്ദേഹം ആ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ജീവിച്ചത് സ്വർഗത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് മഹാന്മാരായ സഹാബുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്ന് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കിടുമ്പോൾ
ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ തന്റെ ഹാരിസ എന്ന പൊന്നുമോനെ കാണാനില്ല. എല്ലാവരും കുടുംബവുമായി സന്തോഷം പങ്കിടുന്നു. എന്റെ മകൻ ഹാരിസ എവിടെ, കാണാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. നബിയെ, എന്റെ മകൻ ഹാരിസ എവിടെ, കാണാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു ഹാരിസ ചോദിച്ചത് റളിയല്ലാഹു അൻഹ, എന്റെ മകൻ ഹാരിസ സ്വർഗത്തിലാണെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് പിന്നെ അതിന്റെ പേരിൽ ഒരു വശവുമില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മറുപടി പറഞ്ഞത്, ഇന്നഹാ ജിനാനുൻ കസീറ, നാളെ പാരത്രികമായ ലോകത്ത് ഒരുപാട് സ്വർഗങ്ങളുണ്ട്. ഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസിൽ അല, നിങ്ങളുടെ മകൻ ഹാരിസ സ്വർഗത്തിലെ ഉന്നതമായ ദറജയാകുന്ന ഫിർദൗസിൽ അലയിലാണെന്ന് കേട്ടപ്പോ പിന്നെ ഉമ്മ ഹാരിസക്ക് വിഷമമില്ലായിരുന്നു. കാരണം അവർ ജീവിച്ച സഹോദരന്മാരെ സ്വർഗത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. ആ സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും നല്ല സന്ദർഭവുമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. റമദാനിൽ ഒരു പ്രാവശ്യം ഒന്ന് ജീവിക്കാൻ സാധിക്കുക എന്നത് തന്നെ എത്ര വലിയ സൗഭാഗ്യമാണ്. പലപ്പോഴും നിങ്ങളൊക്കെ കേട്ട ചരിത്രമാണല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഖുദാ ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബുലി എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന് രണ്ടാളുകൾ പ്രവാചക സന്നിധിയിലേക്ക് വരികയും അവർ രണ്ടുപേരും പരിപൂർണമായി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് കുറച്ചു കാലമൊക്കെ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ നടന്ന് പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാചകങ്ങളെ തന്റെ നെഞ്ചിലേറ്റി അവർ ദീനിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ അതിൽ ഒരാൾ അള്ളാഹുവിന്റെ ധർമ്മസമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. അപരനാകട്ടെ ഒരു വർഷം കൂടി കഴിഞ്ഞ് സാധാരണ നിലക്കാണ് മരിക്കുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ആണ്. അവർ രണ്ടുപേരെയും അദ്ദേഹം ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ സ്വപ്നത്തിൽ കാണുന്നു. പക്ഷേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് രണ്ടാമത് മരിച്ച സാധാരണ നിലക്ക് മരിച്ചയാളാണ്. ഷഹീദായി മരിച്ച ആ വ്യക്തി രണ്ടാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാ അദ്ദേഹം സ്വപ്നം കാണുന്നത്. അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് താൻ കണ്ട സ്വപ്നം വിവരിച്ചു കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്തിന് അത്ഭുതപ്പെടണം? എന്നിട്ട് സഹാബത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, ആ ഷഹീദായി മരണപ്പെട്ട വ്യക്തിക്ക് ശേഷം മറ്റേയാൾ ഒരു വർഷം ജീവിച്ചില്ലേ? ഖാലൂ ബല, അവർ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അദറക റമദാൻ, ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചില്ലേ? ഫസാമഹു, ലഭിച്ചു എന്ന് മാത്രമല്ല റമദാനിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നില്ലേ? ഖാലൂ, ആ സഹാബത്ത് മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതേ. ആ സമയത്തതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്, ആകാശങ്ങളുടെ ഭൂമിയുടെ എത്ര വ്യത്യാസമുണ്ടോ അതേ പ്രകാരം അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ജീവിതത്തിൽ ഒരു റമദാൻ വന്നു ചേരുക എന്നത് ഒരു ഷഹീദിനേക്കാൾ വലിയ മഹത്വമുണ്ട് എന്നുള്ളതാ. ഷഹീദിന് 6 ഗുണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? ഷഹീദായി മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി അതാ ഈ ഭൂമിയിലേക്ക് ഉറ്റി വീഴുന്ന തുള്ളിയില്ലേ, രക്തത്തുള്ളി, അത് മുഖേന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ഒന്നാമത്തെ മഹത്വമാ. മാത്രവുമല്ല, ഇങ്ങനെ എണ്ണി എണ്ണി പ്രവാചകൻ 6 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഷഹീദായി ആരെങ്കിലും മരിച്ചാൽ നാളെ വിശാലമായ പ്രവിശാലമായ സ്വർഗലോകത്തതാ അവിടെയുള്ള പച്ച നിറത്തിലുള്ള ചില പക്ഷികളുടെ ശരീരത്തിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് ഈ ഷഹീദിന്റെ ആത്മാവിനെ സന്നിവേശിപ്പിക്കുകയും പ്രവിശാലമായ സ്വർഗലോകത്ത് പാറിക്കളിക്കാനുള്ള സൗഭാഗ്യം ഷഹീദുകൾക്കുണ്ട് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഭാഗമാ.
സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടതെന്താ? ആ ഷഹീദിനേക്കാൾ മറ്റേയാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായ കാര്യം ജീവിതത്തിൽ റമദാൻ ലഭിച്ചു എന്നുള്ളതാ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ വന്നു കിട്ടുക എന്നത് അതിനേക്കാൾ വലിയ മഹത്വമുണ്ടോ? കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ തറാവി നിസ്കരിച്ച എത്ര ആളുകളാ ഇന്ന് ബാക്കിയുള്ളത്? നമ്മുടെ കൂടെ നമസ്കരിച്ച ആളുകൾ എത്ര ആളാ ബാക്കിയുള്ളത്? പലരും ഖബറിലാണ്, മണ്ണിനടിയിലാണ്. അവരുടെ ആയുസ് തീർന്ന് വേറെ ലോകത്തേക്ക് അവർ യാത്ര തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാ റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ. മുൻഗാമികൾ പ്രാർത്ഥിച്ചതുപോലെ 6 മാസം മുമ്പ് തന്നെ അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ അവര് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. എന്താ കാരണം? ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ, ഒരു മുഹ്സിനിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്താ? റമദാൻ വന്നു ചേരുക എന്നതാണ്. റമദാൻ കഴിഞ്ഞാൽ ഒരു 6 മാസം അവര് പ്രാർത്ഥിച്ചിരുന്നു, റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ, അടുത്ത 6 മാസം അടുത്ത റമദാനിലേക്ക് എത്തിക്കണേ. കാരണം ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് കടക്കാൻ റമദാനിലൂടെയാണ് സാധിക്കുന്നത് എന്ന അതിന്റെ കാരണം നോക്കൂ നിങ്ങൾ. നഫീ ഇബ്നു അബൂബക്കർ നഫീ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്നൊരു സഹാബിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അടുത്തു വന്ന് ചോദിക്കുകയാണ്, നബിയേ അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, മൻ താല ഉമറുഹു വഹസുന അമലുഹു, ജീവിതത്തിൽ ആയുസ് വർദ്ധിച്ചു കിട്ടുകയും ആ ആയുസിൽ നല്ല നല്ല കർമ്മങ്ങൾ ആരാണോ പ്രവർത്തിക്കുന്നത് അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരെന്നാണ്. ഇത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, അയ്യുന്നാസി ശർറുൻ യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ താല ഉമറുഹു വസാഅ അമലുഹു, ജീവിതത്തിൽ ആയുസ് വർദ്ധിച്ചു കിട്ടുകയും റമദാൻ ജീവിതത്തിൽ വന്നു ചേരുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ തൗഫീഖായ ആയുസ് വന്നു ചേർന്നിട്ട് അതിൽ നല്ലതൊന്നും ചെയ്യാതെ തോന്നിവാസങ്ങളിൽ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ അവരാ ജനങ്ങളിൽ ഏറ്റവും മോശക്കാർ. എന്നാൽ നല്ലവരാരാ? ആയുസ് വർദ്ധിച്ചു കിട്ടുകയും അതിൽ നല്ല നല്ല കർമ്മങ്ങൾ റമദാൻ ജീവിതത്തിൽ വരുമ്പോൾ സഹോദരന്മാരെ, ഇത് അല്ലാഹ് തന്ന തൗഫീഖാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തവരാരാ? അവരാ ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, തൂബ ലിമൻ താല ഉംറുഹു വഹസുന അമലുഹു, ജീവിതത്തിൽ ആയുസ് വർദ്ധിച്ചു കിട്ടുകയും അതിൽ നല്ല പ്രവർത്തനങ്ങൾ ആരാണോ ചെയ്തത് അവർക്ക് തൂബയുണ്ട്. എന്താ തൂബ എന്ന് പറഞ്ഞാൽ? മംഗളമെന്നാണ്. മറ്റൊരർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, തൂബ എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിൽ ആയുസ് വർദ്ധിച്ചു കിട്ടുക, അതിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ. അവർക്ക് തൂബായുണ്ട്, എന്റെ മംഗളമുണ്ട് എന്ന് ഒരർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, തൂബ എന്ന് പറഞ്ഞാൽ ഷജറത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു വൃക്ഷമാണ്. എന്താ വൃക്ഷത്തിന്റെ പ്രത്യേകത? മസീറത്തു മിഅത്തി ആം എന്നാണ്. അഥവാ ഒരാൾ 100 വർഷം ഇങ്ങനെ സഞ്ചരിച്ചാൽ പോലും അതിന്റെ തണൽ അവസാനിക്കൂല, അത്രയും വിശാലമായ ഒരു വൃക്ഷമാണ് തൂബ. മാത്രവുമല്ല അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? സിയാബു അഹ്ലിൽ ജന്നതി തുഖ്റജു മിൻ അക്മാമിഹ, സ്വർഗക്കാരുടെ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത് ആ വൃക്ഷത്തിൽ നിന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ആ വൃക്ഷത്തിന്റെ തണൽ ലഭിക്കും ആർക്ക്? ജീവിതത്തിൽ ആയുസ് വർദ്ധിച്ചു കിട്ടി, ഒരു റമദാൻ കൂടി ജീവിതത്തിൽ കിട്ടി, നല്ല നല്ല കർമ്മങ്ങൾ ആ റമദാനിൽ ചെയ്ത ആളുകൾക്ക് എന്നല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ നോക്കുക നിങ്ങൾ, റമദാൻ എന്ന് പറയുന്ന മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റമദാൻ വരുമ്പോ സ്വഹാബത്തിനെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട്
അവിടുന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അതാക്കും ഷഹ്റു റമദാൻ, റമദാനാകുന്ന മാസമിതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, ആ മാസത്തിന്റെ പ്രത്യേകതയാണത് അനുഗ്രഹീതമായ മാസമാകുന്നു. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ആ റമദാൻ ആരിലേക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ അതിൽ നോമ്പെടുക്കട്ടെ. മറ്റ് മാസങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണത്. റമദാൻ വന്നു കഴിഞ്ഞാൽ നോമ്പെടുക്കുക എന്നത് നിർബന്ധമാണ്. ഹിജ്റ 2-ാം വർഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത്. ആദ്യം മുഹറമിലെ താസുആ, ആശുറാ 9-10 ദിവസങ്ങളിൽ എടുക്കുന്ന നോമ്പായിരുന്നു ഇസ്ലാമിക ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമുണ്ടായിരുന്നത്. എന്നാൽ ഹിജ്റ 2-ാം വർഷം റമദാനിൽ നിർബന്ധമാക്കുന്നു. അതോടുകൂടി മുഹറമിലെ താസുആ, ആശുറാ നോമ്പതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഐച്ഛികമായ നോമ്പാക്കി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഷഹ്റുൻ മുബാറകുൻ, അതൊരു അനുഗ്രഹീതമായ മാസം തന്നെയാണ്. അനുഗ്രഹീതമായ മാസമാണ്. കാരണം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളും അവതരിച്ച മാസം മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ ലൈസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉൻസിലത് സുഹുഫു ഇബ്രാഹീമ അവ്വല ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവതരിക്കപ്പെട്ട ഏടുകളുണ്ടല്ലോ, അത് റമദാനിലെ 1-ാമത്തെ രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് അവതരിക്കപ്പെട്ടത്. ഖുർആൻ മാത്രമല്ല, തൗറാത്ത് അവതരിക്കപ്പെട്ടതാകട്ടെ റമദാനിലെ 6 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇഞ്ചീൽ അവതരിക്കപ്പെട്ടത് റമദാനിലെ 13 രാത്രികൾ കഴിഞ്ഞിട്ടാണ്. സബൂർ അവതരിക്കപ്പെട്ടത് റമദാനിലെ 18 രാത്രികൾ കഴിഞ്ഞിട്ടാണ്. ഖുർആനാകട്ടെ റമദാനിലെ 24 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ് അവതരിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ വേദഗ്രന്ഥങ്ങളും അവതരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത അനുഗ്രഹീതമായ മാസമാണ്. അത് ചില്ലറ പ്രത്യേകതയൊന്നുമല്ല. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ വേദഗ്രന്ഥങ്ങളും ഒരു മാസം അതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് എങ്കിൽ അതിന്റെ പ്രത്യേകത എത്രയാ! മാത്രവുമല്ല, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന് ഖ്യാതി ഉണ്ടാക്കി തന്ന, ഇസ്ലാമിന് വിജയം ഉയർത്തി തന്ന എത്രയെത്ര സംഭവങ്ങൾ റമദാനിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹിജ്റ 2-ാം വർഷം റമദാനിന്റെ 17-ന്റെ അന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ സഹാബികളും പങ്കെടുത്ത ബദർ യുദ്ധമുണ്ടായത് റമദാൻ മാസമല്ലേ? ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ കടന്നുവന്ന ഫത്ഹു മക്ക, മക്ക വിജയമുണ്ടായത് റമദാനിന്റെ അന്നാണ്. അതുപോലെ ഉഹദ് യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കിയത് റമദാൻ മാസത്തിലാണ്. ഖന്തഖ് യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കിയത് റമദാൻ മാസത്തിലാണ്. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചത് റമദാൻ മാസത്തിലാണ്. ഹുനൈൻ യുദ്ധത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആദ്യമായി തുടങ്ങുന്നത് റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ റമദാനിന് പറയാറുണ്ട്. ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാകുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ആ റമദാനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വരാനുള്ളത്. അല്ലാഹു അതിലേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. റമദാൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എന്തൊരു ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എങ്ങനെയാണ് ഈ പകലിൽ നോമ്പെടുക്കുക, എന്തോ ഒരു ചൂടാണ്, പണ്ടാറമടങ്ങാൻ എന്നൊക്കെ ആളുകൾ പ്രയോഗിക്കാറുണ്ട്. സഹോദരന്മാരെ, അല്ലാഹു അത് ഇസ്ലാമിന്റെ റുക്നായി പഠിപ്പിച്ച ഒരു കർമ്മമാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റമദാനിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാകുന്നു ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത്. അതിലൊന്നെന്താ? ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അല്ലാഹു മാത്രമാണ് എന്റെ ഇലാഹ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് ഞാനിതാ സത്യപ്പെടുത്തുന്നു. ഒന്നാമത്തെ സാക്ഷ്യമാണ്. ഇങ്ങനെ ഓരോന്നെണ്ണി പ്രവാചകൻ നാലാമത്തതെന്താ പറഞ്ഞത്? വസൗമി റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പാണ്. അത് ഇസ്ലാമിന്റെ റുക്കനാണ്. അതാരെങ്കിലും എടുത്തില്ല എങ്കിൽ അതിനെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം അത്രമേൽ പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവമായി അതിനെ തൃപ്തിയോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ഇതെന്തൊരു ചൂടാണ്! പ്രത്യേക റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ചൂടുള്ളത്, അതിതീഷ്ണമായ ചൂടുള്ളത്, കരിച്ചു കളയുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അർത്ഥം തന്നെ എങ്ങനെ? കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ അറബികളൊക്കെ അവര് മാസങ്ങൾക്ക് പേരിടുമ്പോ ഒരു കാലാവസ്ഥ പരിഗണിക്കായിരുന്നു എന്നാണ്. റമദാൻ മാസം അവരെ പേരിട്ടപ്പോ അന്ന് അതികഠിനമായ ചൂടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് റമദാൻ എന്നുള്ള പേരിട്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരിക്കലും നമ്മളെ നാവിൽ നിന്ന് നമ്മുടെ ഇബാദത്തിനെ കോട്ടം തട്ടിക്കുന്നതായ ഒരു പടിപറച്ചിൽ, ഒരു ചീത്ത പറച്ചിൽ, ഒരു മോശമായ നിലപാട് നമ്മുടെ റമദാനിനോടോ അതിൽ നോമ്പിനോടോ ഉണ്ടാകാൻ പാടില്ല. ചൂടൊക്കെ നമുക്ക് പ്രയാസം തോന്നുന്നത് മുൻഗാമികൾ ചരിത്രമറിയാത്തത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമായിരിക്കും. നമ്മുടെ നാവിൽ നിന്ന് അങ്ങനെ വരാതിരിക്കാൻ ഒരൊറ്റ ചരിത്രം മാത്രം സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനം പങ്കെടുത്തൊരു യുദ്ധം ചരിത്രമാണ്. പണ്ഡിതന്മാര്, കവികളൊക്കെ പറയാറുണ്ട്, ഇഖ്റഅ താരീഖ് ഇദ് ഫീഹിൽ ഇബർ അദല്ല ഖൗമിൻ ലൈസ യദ്റൂനൽ ഖബർ. നിങ്ങൾ ചരിത്രം നന്നായി വായിക്കണം, പഠിക്കണം. കാരണം അതിൽ ഗുണപാഠങ്ങളുണ്ട്. ചരിത്രം അറിയാത്തവൻ വടിയുപയോഗിച്ചവൻ തന്നെ. അതുകൊണ്ട് ഒരൊറ്റ ചരിത്രം മാത്രം സൂചിപ്പിക്കട്ടെ സഹോദരന്മാരെ. പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമാണ് തബൂക്ക് യുദ്ധം. മറ്റേത് യുദ്ധങ്ങളെ പോലെയുമല്ല തബൂക്ക് യുദ്ധം. നമുക്കറിയാം, മദീനയിൽ നിന്ന് നോക്കുമ്പോ തബൂക്ക് വളരെ വിദൂരത്താണ്. കുറച്ചടുത്തുള്ളത് മുഅ്തയാണ്, പിന്നെ ഒന്ന് ഖൈബറാണ്. ഇവിടെ അൽ ഉലായിലേക്ക് തന്നെ മദീനയിൽ നിന്ന് 300ഓളം കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് വീണ്ടും ഒരു 300ഓളം കിലോമീറ്റർ ഉണ്ട് തബൂക്കിലെത്താൻ. അവിടേക്ക് പോകാനാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത്. നോക്കൂ നിങ്ങൾ, ആ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താ? കഠിനമായ ചൂടുള്ള ഒരു സമയമായിരുന്നു തബൂക്ക് യുദ്ധം നടക്കുന്നത്. മാത്രവുമല്ല, കൊടിയ പരീക്ഷണം മുസ്ലിങ്ങളിൽ നിറഞ്ഞു നിന്നൊരു സമയമാണ്. നിറഞ്ഞ ദാരിദ്ര്യമുണ്ട്, നിറഞ്ഞ പട്ടിണിയാണ്, കൊടിയ ചൂടുമാണ്. ആ സമയത്താണ് മദീനയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള തബൂക്കിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന എത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പണമില്ല, സ്വഹാബത്തിന്റെ കയ്യിൽ പണമില്ല. എവിടുന്നാണ്, എങ്ങനെയാണ് നമുക്ക് പോവുക? കുറച്ച് യാത്രാമൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത യുദ്ധം കൂടിയാണ് തബൂക്ക് യുദ്ധം. ഏകദേശം 30,000 മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത യുദ്ധമാണ്. എന്നാൽ അപ്പുറത്ത് എതിർ സംഘമാകട്ടെ റോമൻ സൈന്യമാണ്. അതിനേക്കാൾ ഇരട്ടിയുണ്ട്. 2 ലക്ഷത്തോളം റോമൻ സൈന്യത്തെയാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. കയ്യിൽ പണമില്ല, പട്ടിണിയാണ്, വാഹനങ്ങളില്ല, മൃഗങ്ങളില്ല, പാതേയങ്ങളില്ല, ഒന്നുമില്ലാത്ത ഒരു സന്ദർഭം, കൊടിയ ചൂടുമാണ്. അങ്ങനെ ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് സംഭാവനകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പലരും സംഭാവനകൾ കൊടുന്നു. ആ സമയത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത്, എല്ലാ വിഷയത്തിലും അബൂബക്കറിനെ കടത്തിവെട്ടാറുണ്ട്, ഈ വിഷയത്തിലെങ്കിലും ഞാൻ അബൂബക്കറിനെ കടത്തിവെട്ടും. ഓലൊക്കെ നോക്കും, മത്സരം പരലോകത്തിന് വേണ്ടിയാ, സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ആ സമയത്ത് ആ പ്രവാചകൻ സംഭാവന ചെയ്യാൻ കൽപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ സമ്പാദിച്ചുണ്ടാക്കിയതിന്റെ പകുതി സ്വത്തും പ്രവാചകന് കൊണ്ടുകൊടുക്കുകയാ. പകുതി സ്വത്ത് നമ്മളൊക്കെ കൊടുക്കാൻ പറ്റുമോ? നമ്മളൊക്കെ കൊടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ സമ്പാദിച്ചതിന്റെ പകുതി സ്വത്തും പ്രവാചകൻ പറഞ്ഞപ്പോ കൊണ്ടുകൊടുത്തു. അബൂബക്കർ റളിയല്ലാഹുവിനടുത്ത് മത്സരിച്ചതാ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ തന്റെ ജീവിതത്തിൽ മുഴുവൻ സമ്പാദിച്ചതും അങ്ങ് കൊടുക്കുകയാ. അവിടെ ഉമർ റളിയല്ലാഹു പരാജയപ്പെട്ടു. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും, ലോകത്ത് കഴിഞ്ഞുപോയ ലോകാവസാനം വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാനിനെ ഒരു തട്ടിലും വെച്ചാൽ
അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാൻ ഖനം തൂങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ ഈമാൻ, നമ്മുടെ മുൻഗാമികളുടെ ഈമാൻ, സ്വഹാബത്തിന്റെയും ഈമാൻ ഒരു തട്ടിൽ വെച്ചാൽ അപ്പുറത്തെ തട്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കട്ട് ഖനം തൂങ്ങുമെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ഈമാൻ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അബൂജഹലിന് വല്ലാത്ത പരിഹസിക്കാനുള്ള അവസരം വന്നു. നമുക്കറിയാമല്ലോ, ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും അവിടുന്ന് പ്രവാചകന്മാരോട് സംസാരിച്ചുവെന്നും അവിടുന്ന് സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചുവെന്നും ഇതെല്ലാം ഒറ്റ രാത്രികൾ കൊണ്ട് കഴിഞ്ഞുവെന്നും തിരിച്ച് മക്കയിലേക്ക് എത്തിയെന്ന് പ്രവാചകന്റെ നാവിലൂടെ വന്നപ്പോ അബൂജഹലിന് എന്തോ ഒരു സന്തോഷം. അതേ അബൂബക്കർ, നീ കേൾക്കുന്നില്ല മുഹമ്മദ് എന്തൊക്കെയാ പറയുന്നത്? ഒറ്റ ദിവസം കൊണ്ട് അവൻ ഫലസ്തീനിൽ പോയത്രേ. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞെന്താ? എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. എങ്കിൽ ഈ ഉള്ളവൻ വിശ്വസിച്ചിരിക്കുന്നു. സദ്ദഖ്തു വആമൻതു, ഞാൻ അവിടുത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അതിനേക്കാൾ മുകളിലുള്ള അർശിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ ദിവ്യബോധനങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരാ ഈ അബൂബക്കർ എന്ന് പറഞ്ഞപ്പോ അവിടുന്നല്ലേ സിദ്ദീഖ് എന്ന് പറയുന്ന നാമകരണം പോലും ഉണ്ടായത്. നോക്കൂ, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് വേണ്ടി കുറെ സംഭാവനകൾ ചോദിച്ചു. പലരും കൊണ്ടുവന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 200 ഊഖിയ കൊണ്ടുകൊടുത്തു. അബൂബക്കർ റളിയല്ലാഹുവിനെ മുഴുവൻ സ്വത്തും കൂട്ടിയിട്ടപ്പോൾ 4000 ദിർഹം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു സമ്പന്നനാണ്. പ്രവാചകൻ ഇരുന്നപ്പോ പ്രവാചകന്റെ മടിയിലേക്ക് ഇങ്ങനെ ദീനാറുകൾ ദിർഹമുകൾ ഇങ്ങനെ കൊടുന്നിട്ടു എന്നാണ്. പ്രവാചകന് വലിയ സന്തോഷമായി. ഞാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ സ്വഹാബത്ത് അത് ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. അതുകൂടാതെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 900 ഒട്ടകങ്ങളെ കൊടുക്കുകയാ, 100 കുതിരകളെ കൊടുക്കുകയാ, കൂടാതെ കുറെ ദീനാറുകളും ദിർഹമുകളും വാരി കൊടുക്കുകയാ. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും സന്തോഷം കൊണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാദറ ഉസ്മാനു മാ അമില ബഅദു, ഉസ്മാനിനി എന്ത് പ്രവർത്തിച്ചാലും അതൊന്നും ഒരു ദ്രോഹവും ചെയ്യൂല, ഉസ്മാനിന് അതൊന്നും ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയമാണത്. അങ്ങനെ അതാ കിട്ടിയ അവയെ സംഭാവനകൾ ഒരുക്കി കൂട്ടി അവർ യാത്ര തിരിക്കുകയാണ്. കൊടിയ ചൂടുള്ള സമയമാണ്. ചുട്ടുപൊള്ളുന്ന മണൽക്കാടിനെ കീറി മുറിച്ച് വേണം യാത്ര ചെയ്യാൻ. കാലിടാൻ ഒരു പാദരക്ഷ പോലുമില്ലാത്ത സമയമല്ലേ. സഹാബത്ത് പറയുന്നുണ്ട്, തബൂക്കിലേക്ക് ഞങ്ങളതാ പോകുമ്പോ ഊഴം വെച്ച് വാഹനത്തിൽ കയറിയാൽ പോലും ഒരു ഒട്ടകത്തിന്റെ മേൽ 17 ആളുകൾ മാറി കയറേണ്ട അവസ്ഥ സ്ഥിതിവിശേഷമാണ്. അത്ര വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ ഞങ്ങളതാ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ കാലിടാൻ ചെരുപ്പ് പോലുമില്ലാതെ ആ മണൽക്കാടിനെ കീറി മുറിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചപ്പോ ചില സഹാബികൾ പറയുന്നുണ്ട്, ഇന്നർ റജുല ലയൻഹറു ബഈറഹു, അവർ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒട്ടകങ്ങളെ വരെ അറുത്തു. ഫയഅസിറു ഫർസഹു ഫയസ്റബഹു, എന്നിട്ട് അതിന്റെ കെബിദിന്റെ താഴെയുള്ള കിർശി പീഞ്ഞ് ആ രക്തം പോലും കുടിക്കുമാർ അത്രയും വിശപ്പും ദാഹവും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. അന്നർ റജുലൈനി കാനാ യശുക്കാനി തംറത ബൈനഹുമാ, ഉള്ള ഈത്തപ്പഴങ്ങൾ രണ്ടായി പകുത്ത് ഞങ്ങൾ തിന്നു. അത്രയും പ്രയാസമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ സമയത്താണ് കപടവിശ്വാസികൾ എന്ത് ചെയ്തു? പ്രവാചകൻ തബൂക്കിലേക്ക് യുദ്ധത്തിന്റെ ഭയങ്കര ചൂടുള്ള സമയമല്ലേ, എന്തിനാ നിങ്ങൾ പോണെന്ന് ചോദിച്ചു. ചില മുസ്ലിങ്ങൾക്കിടയിലൊക്കെ ഫിത്നയുണ്ടാക്കി, അതിലേക്ക് പോകരുതെന്ന് പ്രലോഭനവും പ്രകോപനവും ഉണ്ടാക്കി. അവരെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്. ഈ സംഭവത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ടാ ഖുർആൻ പറയുന്നത്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖാദിഹിം فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا
കസീറാ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ഈ സംഭവം ആ ഖുർആൻ പറയുന്നത് സൂറത്തു തൗബയിൽ അല്ലാഹു അവതരിച്ച ആയത്താണ്. ആ അവതരണത്തിന്റെ പശ്ചാത്തലമായി ചരിത്രമായി ഞാൻ പറഞ്ഞത് ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം, മുഖല്ലഫീങ്ങളായ ആളുകൾ, പിന്തിരിഞ്ഞ മുനാഫിക്കീങ്ങളായ ആളുകൾ ഫരിഹ, അവർ സന്തോഷിച്ചു. ബിമഖഅദിഹിം, അവർ ഈ യാത്രക്കൊന്നും പുറപ്പെട്ടില്ല. പ്രവാചകൻ തബൂക്കിലോട്ട് പോകാൻ പറഞ്ഞപ്പോ അവരങ്ങ് മാറിയിരുന്നു. അവരുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടിങ്ങനെ ചിരിച്ചു കളിച്ചു. ഖിലാഫ റസൂലില്ലാ, അള്ളാന്റെ റസൂലിന് എതിരായിക്കൊണ്ട്. വകരിഹു, അവരതാ വെറുക്കുകയും ചെയ്തു. അയ്യുജാഹിദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ, അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കാൻ അവര് വെറുത്തു എന്നാണ്. ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്. മാത്രവുമല്ല, അവര് പോയില്ലെന്ന് മാത്രമല്ല, അവരതിലേക്ക് പോകാൻ വെറുത്തു എന്ന് മാത്രവുമല്ല, വഖാലു, അവരിങ്ങനെ പറയുക കൂടി ചെയ്തു, ലാ തൻഫിറൂ ഫിൽ ഹർരി, ഇതെന്തോ ഒരു ചൂടുള്ള സമയമാ, ഈ ചൂടുള്ള സമയത്ത് മുഅ്മിനീങ്ങളെ നിങ്ങൾ എങ്ങോട്ടായി തബൂക്കിലേക്കാ പോകുന്നത്, ഇവിടെ ഇരുന്നോളൂ എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ അവർ ഫിത്നയുണ്ടാക്കി. ഖുൽ നബിയെ, നീ പ്രഖ്യാപിക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിലെ ചൂട് ഈ ചൂടിനേക്കാൾ ശക്തമായ ചൂടാണ് കേട്ടോ. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫല്യദ്ഹഖൂ ഖലീലാ, അധികം ഒന്നും ചിരിക്കണ്ട, കുറച്ച് മാത്രം ചിരിച്ചാൽ മതി. വല്യബ്കൂ കസീറാ, ധാരാളമായി നിങ്ങൾ കരഞ്ഞോളൂ. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, ഈ ദുനിയാവിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്കതിൻ്റെതായ പ്രതിഫലമുണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം അതാണ്. ഈ മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയതായ പ്രകോപനങ്ങളിൽ ചില സഹാബികളും പെട്ടു. അവരും അറിയാതെ ഈ തബൂക്കിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങി. അതിൽപ്പെട്ടയാൾ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടില്ല. പറയണ കേൾക്കണില്ലേ? അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടില്ല. അദ്ദേഹം അതേ വീട്ടിലേക്കങ്ങ് പോയപ്പോ തനിക്ക് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ട് 2 ഭാര്യമാരിങ്ങനെ വീട്ടിലിരിക്കുകയാ. അതാണ് അദ്ദേഹം കാണുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി ഫിൽ ഹർരി വ അന ഫിൽ ദില്ലി, കൊടുംചൂടിൽ എന്റെ പ്രവാചകൻ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോ ഞാൻ ഈ തണലിൽ സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് എന്റെ ഭാര്യമാരുമായി സല്ലപിക്കേണ്ടവനാണോ? എന്നെക്കൊണ്ട് കഴിയൂലെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും തബൂക്കിലേക്ക് ഓടിപ്പോകുന്ന ചരിത്രമുണ്ട്. സഹാബത്തും നബിയും മണലാരുണ്യത്തിന്റെ അങ്ങ് സഹറായിന്റെ അങ്ങേ തലയിലെത്തി ണ്ട്. ആ സമയത്ത് ആ പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോ അതേ അങ്ങ് ദൂരയിൽ നിന്നും മരുപ്പച്ചയിൽ ഒരാളതാ ഇങ്ങനെ കടന്നു വരുന്നു. പ്രവാചകൻ പറഞ്ഞു, കുൻ അബാ ഖൈസമ, അത് അബൂ ഖൈസമയാകട്ടെ. കാത്തിരുന്നു. അദ്ദേഹം എത്തിയപ്പോൾ അബൂ ഖൈസമയായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ അറിയാം. ഈമാനുള്ള മനുഷ്യനാണ്, പക്ഷേ പ്രകോപനത്തിൽ വഴങ്ങിയതാണ്. അബൂദർ റളിയല്ലാഹു അൻഹു അതാ അദ്ദേഹം കൃഷിക്കൊക്കെ ഉപയോഗിച്ച് വയസ്സായ ഒരു ഒട്ടകത്തിലാ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ അതാ എല്ലാവരും മുമ്പിൽ പോയി. ഇത് തീരെ സ്പീഡില്ലാത്തൊരു ഒട്ടകമാ. അദ്ദേഹം അവസാനം ആ ഒട്ടക പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ പാതയവും ഭാണ്ഡവും അദ്ദേഹത്തിന്റെ മുതുകിൽ തന്നെ ഏറ്റി നടക്കുകയാ. കാലിൽ ചെരുപ്പ് പോലുമില്ലെന്ന് ഓർക്കണം. കൊടിയ ചൂടുള്ള സമയമാ. അങ്ങനെ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തബൂക്കിൽ അങ്ങ് തമ്പടിച്ചപ്പോ കുറെ സമയം കഴിഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തഈശു വഹീദാ വതമൂതു വഹീദാ വതുബഅസു വഹീദാ. അബൂദർരേ, നീ ജീവിച്ചത് ഒറ്റക്കാണ്. അബൂദർരേ, നീ മരിക്കുന്നതും ഒറ്റക്കാണ്. അബൂദർരേ, നാളെ നീ ഉയർത്തെഴുന്നേൽക്കുന്നതും ഒറ്റക്കായിരിക്കും കേട്ടോ എന്ന് പ്രവാചകൻ പറഞ്ഞ സന്ദർഭമാതെ ഞാൻ പറഞ്ഞു വന്നത്. കൊടിയ ചൂട് ഇബാദത്തിന് അവർക്ക് തടസ്സമായില്ല. ഇക്കാണുന്ന ചൂടൊന്നും ആയിരുന്നില്ല സഹോദരന്മാരെ അന്നത്തെ ചൂട്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലിന്റെ അടിയിലെ തൊലി പോലും പൊള്ള വന്നിട്ട്
ഞങ്ങളുടെ കാലുകൾ പൊട്ടിപ്പോയി, ഞങ്ങൾ ശീലകൾ കൊണ്ട് കെട്ടാറുണ്ടായിരുന്നു. അത്രയും പ്രയാസമുണ്ടായി. പ്രവാചകന്റെ ഒരു കൽപ്പനയാ, ഒന്നും നോക്കിയില്ല. ചൂട് അവർക്കൊരു പ്രയാസമായി തോന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കും ചൂടൊരു പ്രയാസമായി തോന്നരുത്. ഇന്ന് എന്തെല്ലാം സൗകര്യമുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇബാദത്തിന് നമ്മൾ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് കുറ്റം പറയാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ സംഭവമൊക്കെ ഞാൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ദഖല റമദാനു, റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ, ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗലോകത്തിന്റെ കവാടങ്ങളതാ തുറക്കപ്പെടുകയാണ്. വഫുത്തിഹത്ത് അബ്വാബുസ് സമാവാത്, ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാ ഉള്ളത്, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഫുത്തിഹത്ത് അബ്വാബുർ റഹ്മ, ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാ ഉള്ളത്, കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. കാരുണ്യത്തിന്റെ കവാടങ്ങൾ, ആകാശത്തിന്റെ കവാടങ്ങൾ, സ്വർഗലോകത്തിന്റെ കവാടങ്ങൾ, ഇതെല്ലാം തുറക്കപ്പെടുന്ന പരിശുദ്ധമായ റമദാനാണ് ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സഹോദരന്മാരെ, സ്വർഗത്തിന് 8 കവാടമുണ്ടെന്നല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? നോക്കൂ നിങ്ങൾ, സ്വതക്ക എന്ന് പറയുന്ന കവാടമുണ്ട്. സംഭാവനകൾ ചെയ്ത ആളുകൾ ആ സ്വതക്ക എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്നതാ. അതുപോലെ അതാ സ്വലാത്ത് എന്ന് പറയുന്ന കവാടമുണ്ട്. ധാരാളം നമസ്കരിച്ച ആളുകൾ അതിലൂടെ കടന്നു പോകുന്നതാ. റയ്യാൻ എന്ന് പറയുന്ന കവാടമുണ്ട്. അതേ, ആ റയ്യാൻ എങ്ങനെ വിളിച്ചു പറയും അത്രേ, ഐന സായിമൂൻ, നോമ്പുകാരെവിടെ, നോമ്പ് നോറ്റവരെവിടെ എന്നും പറഞ്ഞതാ. നോമ്പുകാര് മുഴുവൻ അതിലൂടെ അങ്ങ് പ്രവേശിക്കുകയാണ്. നോമ്പുകാര് മുഴുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്. ഇതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അങ്ങനെയുള്ള മാസം സ്വർഗത്തിന്റെ കവാടങ്ങൾ, വിശാലമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുസയ്യിനുല്ലാഹു കുല്ല യൗമിൻ ജന്നതഹു, റമദാനിലെ ഓരോ രാത്രിയിലും ഓരോ പകലിലും അല്ലാഹു അതാ സ്വർഗത്തെ അങ്ങ് മോടി പിടിപ്പിക്കുകയാണ്. നമ്മളതാ ഈ ഹോള് മോടി പിടിപ്പിച്ചതിനേക്കാൾ സൗന്ദര്യത്തിൽ ഓരോ ദിവസവും സ്വർഗം ഇങ്ങനെ അലങ്കരിക്കുന്നുണ്ട്. കാണാൻ അതിന്റെ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? എന്നിട്ട് അല്ലാഹു സ്വർഗത്തിനോട് പറയുന്നുണ്ടത്രേ, യൂശികു ഇബാദിയസ് സ്വാലിഹൂന അയ്യുൽഖൂ അൻഹുമുൽ മഊനത വൽ അദാ വയസീറു ഇലൈക്, എന്റെ അടിമകൾ പട്ടിണി കിടന്ന് പ്രയാസം സഹിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചത് സ്വർഗമേ നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നീ നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം. റമദാനിൽ എല്ലാ ദിവസവും സ്വർഗമതായി ഇങ്ങനെ മോടി പിടിപ്പിക്കുകയാൽ അലങ്കരിക്കപ്പെടുന്നുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, നോക്കൂ, എന്നിട്ട് അതുകൊണ്ടല്ലേ ഓരോ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഒരാള് വിളിച്ചു പറയുന്നുണ്ട്, ഫല്യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നാലും, വയാ ബാഗിയശ് ശർരി ഖുസിർ, തിന്മ ആഗ്രഹിക്കുന്നവരെ ഈ റമദാനിലെങ്കിലും നിങ്ങളുടെ തിന്മയൊന്ന് കുറക്കൂ. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ. വസുൽസിലത്തി ശയാത്തീൻ വസുഫിദത്തി ശയാത്തീൻ വമറദത്തിൽ ജിന്നി, ശൈത്താനുമാരിലെ മല്ലന്മാരെ ചങ്ങലക്കിടുകയാണ്. അവർക്ക് പിന്നെ കളിക്കാൻ കഴിയുന്നില്ല. അവരുടെ ശിങ്കിടികൾ മാത്രമായി ലോകത്തുള്ളത്. നേതാക്കന്മാരെ മുഴുവൻ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് ഖാല റസൂലുള്ളാഹി. മാത്രവുമല്ല, വഗുല്ലിഖത് അബ്വാബുന്നാർ, കത്തിജ്വലിക്കുന്നതായ നരകമുണ്ടല്ലോ, അതിന്റെ കവാടങ്ങൾ മുഴുവൻ റമദാനിൽ അങ്ങ് കൊട്ടിയടക്കപ്പെടുകയാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് ഓരോ രാത്രിയിലും, വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അടിമകളെ ഇങ്ങനെ മോചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ മോചിപ്പിക്കപ്പെടുന്ന നല്ല അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ, റമദാനിലെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നു, നരകത്തിന്റെ കവാടങ്ങൾ അടക്കുന്നു, സ്വർഗ കവാടങ്ങൾ തുറന്നിടുന്നു. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരാൻ പറയുന്നു, തിന്മ ആഗ്രഹിക്കുന്നവരെ കുറക്കാൻ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാർ, റമദാൻ വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലൊക്കെ പാപങ്ങൾ വന്നിട്ടുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും. കാരണം ഒമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ, തിന്മയിലേക്കാണ് എപ്പോഴും മനുഷ്യന്റെ മനസ്സ് ചായുക. ആർക്കും നന്മ ചെയ്യാൻ തോന്നൂല. അത് മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതിയാണ്. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതിനാ. അപ്പൊ ആ തിന്മയൊന്നും ചെയ്യാതെ നന്മയിൽ ആരാ ഉള്ളത്? അവർക്കാ സ്വർഗമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ തിന്മയുണ്ടാവും. ഒരു കവി പറഞ്ഞതുപോലെ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി. ഞാൻ എന്റെ കട്ടിലിൻ പുറത്ത് ചെയ്തു കൂട്ടിയ പാപക്കറകളെങ്ങാനും മാലോകരറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോട് സലാം പറയാൻ പോലും ആളുകൾ മടിക്കുമാറ് അത്രയും എന്റെ ജീവിതത്തിലെ രഹസ്യങ്ങളിൽ അല്ലാ പാപം ഈ ഉള്ളവൻ ചെയ്തവനാണ്, അല്ലാ എനിക്ക് പുറത്തു തരണമേ. റമദാൻ വന്നാൽ നമ്മുടെ ഒന്നാമത്തെ അജണ്ട അതാകണം. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അല്ലാ എനിക്ക് നീ പുറത്തു തരണമേ. ഇന്നാലിന്ന രാത്രിയിൽ ആരും കാണാതെ വാതിലടച്ചുകൊണ്ട് കുറ്റിയിട്ട് എന്റെ ഉപ്പയുറങ്ങി, ഉമ്മയുറങ്ങി, അയൽവാസികൾ ഇറങ്ങി, കൂട്ടുകാരുറങ്ങി, എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നപ്പോ ഞാൻ അറിയാതെ എന്റെ മൊബൈലിൽ എന്തൊക്കെയോ കണ്ടുപോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്നിട്ടുണ്ടെന്നാ. അല്ലാ നീ തന്ന കണ്ണുകൊണ്ട് ഞാൻ ഒരുപാട് ഹറാമ് കണ്ടവനാണല്ലാ. അതേ, നീ തന്ന കാതുകൊണ്ട് ഒരു ഹറാമ് കേട്ടവനാണല്ലാ. നീ തന്ന നാവ് കൊണ്ട് തോന്നിവാസം പറഞ്ഞവനാണല്ലാ. നീ തന്ന കൈ കൊണ്ട് ഒരുപാട് അനാവശ്യ പ്രവർത്തികൾ ചെയ്തവനാണല്ലാ. നീ തന്ന കാലുകൊണ്ട് ഒരുപാട് തിന്മകൾ ചെയ്തവനാ. തിന്മയിലേക്ക് നടന്നുപോയവനാ. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവനാ. തോന്നിവാസങ്ങൾ ഒരുപാട് ചെയ്തവനാ. അതുകൊണ്ടല്ലാ എനിക്ക് പുറത്തു തരണമേ. ഈ റമദാനിന്റെ മഹത്വം കൊണ്ട് അല്ലാ നീ ആ കവാടങ്ങളൊക്കെ തുറന്നു വെച്ചിരിക്കുകയല്ലേ. അല്ലാ ഗാഫിറ, അല്ലാ ഗഫൂറ, അല്ലാ ഗഫാറ. മഗ്ഫിറത്ത് എന്ന സിഫത്തുള്ള അല്ലാഹുവിന്റെ ഇസ്മാണത്. ആ പേര് എടുത്തു പറഞ്ഞും അല്ലാ ഇന്ന രാത്രിയിൽ ഞാൻ ഇതൊക്കെ ചെയ്തവനാണെന്ന് അല്ലാഹുവോട് പറഞ്ഞാൽ അല്ലാ അത് പൊറുക്കാതിരിക്കുമോ? അല്ലാഹ് അതല്ലേ ഇഷ്ടം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ റബ്ബ് എങ്ങനെ പരിഗണിക്കാനാണ്? അള്ളാന്റെ അടുക്ക് പ്രാർത്ഥനയേക്കാൾ പരിഗണനീയമായ ആദരണീയമായ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അള്ളാനോട് പറഞ്ഞാൽ അള്ള പൊറുക്കും. അത് എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും. 100 പേരെ കൊന്ന ബനു ഇസ്രായേലിൽ പെട്ട ഒരുവനെ അള്ളാഹു പുറത്തു കൊടുത്ത ചരിത്രമല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത് എങ്കിൽ, ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികളെ, സഹോദരിമാരെ, നമുക്കൊരുപാട് അള്ളാനോട് പറയാറുണ്ട്. വെറുതെ റമദാനിന്റെ നിമിഷങ്ങൾ പാഴാക്കാനുള്ളതല്ല. അള്ളാനോട് കരഞ്ഞു പറയണം. അല്ലാ ഒറ്റക്കിരുന്നു കൊണ്ട് ആരും കാണണ്ട, ആരും അറിയണ്ട, ആരും എന്നെ കുറിച്ചൊന്നും പറയുകയും വേണ്ട. ഇദാ മാ ഖലൗത الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما يخفى عليك يغيب. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റക്കാകുമ്പോ നീ പറയരുത് ഞാൻ ഒറ്റക്കാണെന്ന്. മറിച്ച് എന്നെ നിരീക്ഷകനായ റബ്ബന്റെ കൂടെയുണ്ട്. നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അശ്രദ്ധയിലാണ് നീ ധരിച്ചു പോകണ്ട. അള്ളയെല്ലാം കാണുന്നവനാ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അള്ളയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ള നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സസൂക്ഷ്മം അല്ലാഹു അറിയുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. പതിയിരുന്ന് എല്ലാം കാണുന്നവനാണല്ലാ എന്ന ബോധത്തോടുകൂടി അല്ലാ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളയെല്ലാം പൊറുക്കുന്നവനാണ് എന്ന ഒരു ബോധ്യവും മനസ്സിൽ കൊണ്ടുവന്ന് റമദാനിലെ നമ്മുടെ ഒന്നാമത്തെ അജണ്ട എന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും ഞാൻ പൊറുപ്പിക്കുന്നതാണ്.
അതായിരിക്കണം സഹോദരന്മാരെ നമ്മളൊക്കെ റമദാനിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. കാരണം റമദാൻ വന്നിട്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിലോ, മദീന പള്ളിയിൽ ഒരിക്കൽ ഖുത്ബ പറയാൻ പ്രവാചകൻ അങ്ങ് കയറുകയാ, 3 തവണ ആമീൻ പറയുകയാ. ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിക്കുകയാ, നബിയെ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞല്ലോ, എന്തിനാത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ജീവിതത്തിൽ റമദാൻ വന്ന് ചേരുകയും ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപമൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകന്നു പോകട്ടെ. ആരാ പ്രാർത്ഥിച്ചത്? എന്നിട്ടതാ ജിബ്രീലാ പ്രാർത്ഥിക്കുന്നത്. മലക്കുകളിൽ ഏറ്റവും മഹത്വമുള്ള മലക്കല്ലയോ, 600 ചിറകുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മലക്കല്ലയോ, പരിശുദ്ധ കലാമിൽ എടുത്തു പറയപ്പെട്ട മലക്കിന്റെ പേരല്ലയോ? ആ മലക്ക് പ്രാർത്ഥിച്ചിട്ട് ആരാ ആമീൻ പറയുന്നത്? അഷ്റഫുൽ ബശർ, അഷ്റഫുൽ ഖൽഖ്, മാനവരിൽ മഹോന്നതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. എന്തിന്? റമദാൻ വന്നു കിട്ടിയിട്ട് പാപം പൊറുക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ, ഒരു റിപ്പോർട്ടിലുള്ളതാ. അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ, മറ്റൊരു റിപ്പോർട്ടാ. സഹോദരന്മാർ, അതിൽ നമ്മൾ പെട്ടുപോലെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ അജണ്ട റമദാൻ വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. കാരണം റമദാനുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ മുഴുവൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പാപം പൊറുക്കാനുള്ള ഒരു പ്രേരണ, അള്ളാഹുവോട് പാപമോചനം തേടാനുള്ള ഒരു പ്രേരണ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ചില ഹദീസുകൾ മാത്രം സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, 2 കണ്ടീഷൻ. ഒന്ന് ഈമാൻ വേണം, തൗഹീദ് ശരിയാകണം. അള്ളാഹിനെ പോലെ കാണുന്ന വേറെ ആളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ റമദാൻ കൊണ്ടും കാര്യമില്ല, നിസ്കാരം കൊണ്ടും കാര്യമില്ല, ഹജ്ജ് കൊണ്ടും കാര്യമില്ല, ഉംറ ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ആദ്യം ശരിയാവേണ്ടത് ഈമാനാണ്. അതൊക്കെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട്, മഹത്തായ അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാ നമ്മൾ. അതുകൊണ്ട് അതിന് നന്ദി കാണിക്കുകയും വേണം. ആ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ, ആ ഈമാൻ ശരിയാക്കിക്കൊണ്ടും വഹ്തിസാബൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആരെങ്കിലും ആഗ്രഹിക്കുകയും ചെയ്താൽ, എല്ലാവരും നോമ്പെടുക്കണ്ടേ, ഞാനും നോമ്പെടുക്കട്ടെ, ഇപ്പൊ ഞാൻ മാത്രം നോമ്പെടുത്തില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പ്രയാസത്തോടുകൂടി ആരെങ്കിലും നോമ്പിനെ കണ്ടാൽ തീർന്നു സഹോദരങ്ങൾ, ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ നീയത്ത് നമ്മൾ ശരിയാക്കണം. നല്ല ഇഖ്ലാസോടുകൂടി, അള്ളാഹ് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന ഉദ്ദേശത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ചെറുപാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു. ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും രാത്രി, റമദാനിന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ ചെറുപാപങ്ങൾ പൊറുക്കപ്പെട്ടു. മറ്റൊരു ഹദീസ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എവിടെയും 2 കണ്ടീഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നിന്ന് നമസ്കരിച്ചാൽ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. വേറൊരു ഹദീസ്, ഫമൻ സാമഹു വഖാമഹു ഈമാനൻ വഹ്തിസാബൻ ഖറജ മിൻ ദുനൂബിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു, ആരെങ്കിലും റമദാനിന്റെ അന്ന് ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ, ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പാപമില്ലാത്തതുപോലെ കഴുകിക്കളയും. അതുകൊണ്ട് സഹോദരന്മാര്, റമദാൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ആ നോമ്പാകുന്ന ഇബാദത്തുണ്ടല്ലോ, ആ നോമ്പ്, അതിന്റെ പ്രത്യേകത എന്താ? ചില ഹദീസുകൾ മാത്രം സമയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. നോക്കൂ നിങ്ങൾ, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു, അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്. അനിന്നാരി 70 ഖരീഫ, 70 വർഷം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും അള്ളാഹു മാറ്റിക്കളയും. ഒറ്റ നോമ്പ് കൊണ്ട്
എന്താ കണ്ടീഷൻ? അള്ളാന്റെ മാർഗത്തിലാവണം, ഇഖ്ലാസ് വേണം, നിയ്യത്ത് വേണം. ആ രൂപത്തിൽ ഒരു നോമ്പെടുത്താൽ അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ നരകത്തിൽ നിന്ന് വഴിദൂരം അകറ്റുന്നതാണ് എന്ന് പറയുമ്പോൾ റമദാനിലെ മുഴുവൻ ദിവസങ്ങളിൽ നോമ്പെടുത്താൽ എത്ര കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് നമുക്ക് നരകത്തിൽ നിന്ന് പോകാൻ സാധിക്കും. അതുകൊണ്ട് നോമ്പിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു അമലി ബിനി ആദം, ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും യുദാഅഫുൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ. ഏത് പ്രവർത്തനം, നിസ്കാരാവട്ടെ, സ്വതക്കാവട്ടെ, മറ്റ് ഏത് സൽക്കർമ്മമായാലും 10 മുതൽ അവന്റെ ഇഖ്ലാസും നിയ്യത്തിനും അനുസരിച്ച് 700 ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിക്കും. ഖാലല്ലാഹു തആല ഇല്ല സൗം, അള്ളാഹ് പറയാണ് നോമ്പ് അങ്ങനെയല്ല, നോമ്പിന് ഞാൻ അങ്ങനെയല്ല പ്രതിഫലം കൊടുക്കുന്നു. ഇത് നോമ്പിന്റെ മാത്രം പ്രത്യേകതയാ. ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാ, വഅനാ ജിസീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നോമ്പ് ഒരാൾ എന്തിനാ, യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവന്റെ ലൈംഗിക വേച്ഛയിൽ നിന്നും മറ്റ് താല്പര്യങ്ങളിൽ നിന്നും അതുപോലെ ഭക്ഷണ പാനീയങ്ങളിൽ നിന്നും അവൻ മാറി നിന്നത്. അതുകൊണ്ട് ഞാൻ അവന് പ്രതിഫലം കൊടുക്കും നിയത്തിനനുസരിച്ച്. അത് നോമ്പിന്റെ മാത്രം പ്രത്യേകതയാ. അതുകൊണ്ടല്ലേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുർനി ബി അംരിൻ യൻഫഉനി അല്ലാഹു ബിഹി, എനിക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, അലൈക ബിസ്സിയാം, നീ നിസ്കരിച്ചോ എന്നല്ല, നീ നിസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്, നീ സ്വതക്ക കൊടുത്തോ എന്നല്ല പറഞ്ഞത്, നീ ഹജ്ജ് ചെയ്തോ ഉംറ ചെയ്തോ എന്നൊന്നുമല്ല പറഞ്ഞത്. അലൈക ബിസ്സിയാം, നീ നോമ്പെടുത്തോ. കാരണം എന്താ, ഫഇന്നഹു ലാ മിസ്ല ലഹു, നോമ്പിനെ പോലെ ഒന്നും തന്നെയില്ല. നോമ്പ് വലിയ മഹത്വമുള്ള ഇബാദത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നോമ്പിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുക. രണ്ടാമത്, നമ്മൾ റമദാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആനുമായി നമ്മൾ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അല്ലെ, നമ്മളെ ഫോണിനായിട്ട് നമ്മൾ നല്ല ബന്ധമുണ്ട്. ഒരു ദിവസം ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ദിവസം ഇന്റർനെറ്റ് ഇല്ല എന്ന് വെക്കുക, പ്രയാസം എത്രയാണ് അല്ലെ? ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ ഒന്നിങ്ങനെ തോണ്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ സ്ക്രീൻ അഡിക്ഷൻ വന്നവരായി മാറിയിട്ടുണ്ട്. സത്യമാണ്, നിഷേധിക്കാൻ കഴിയൂല. സഹോദരന്മാരെ, സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കേടുവന്ന് ഒരു ദിവസം വർക്ക്ഷോപ്പിലിടേണ്ടി വന്നാൽ അതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്? അതുപോലെ ഒരു പ്രയാസം ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടില്ല എങ്കിൽ നമുക്ക് വന്നിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, ഖുർആനായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മളെ ഫോണിൽ നമ്മൾ ബന്ധപ്പെടുന്ന പോലെ, വാഹനവുമായി സ്ഥിരമായി നമ്മൾ ബന്ധപ്പെടുന്നത് പോലെ, എന്തിന് പത്രം നമ്മൾ വായിക്കുന്ന ആ ഒരു താല്പര്യമെങ്കിലും ഖുർആനുമായിട്ട് നമുക്കുണ്ടോ? ഇന്ന് ഞാൻ ഖുർആൻ ഓതിയവനാ? ഇന്ന് ഞാൻ നിങ്ങളോട് എത്ര ആൾ ഇന്ന് ഒരു ജുസ് ഓതിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് കൈ പൊക്കാൻ സാധിക്കും? സ്വയം ഒരു വിചാരണ നടത്തുക. ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നാളെ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നമുക്ക് സ്വയം ഒരു വിചാരണ ചെയ്യാം, അല്ലേ? ഇന്ന് നമ്മൾ ഒരു ജുസ് ഓതിയവരാരാ? ഒരു 10 പേജ് 20 സൊഫ് ഉണ്ടാവും ഒരു ജുസ്. എത്ര ആൾ ഓതി? ഇല്ല. അര ജുസ് ഓതിയവരാരാ? ആരാ? കാ ജുസ് ഓതിയവരാരാ? ആരാ? സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധം എത്രയാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ റമദാനിലെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനാകുന്ന അത്ഭുതമില്ലേ, അത്ഭുതം 6-ാം നൂറ്റാണ്ടിൽ വിപ്ലവം സൃഷ്ടിച്ച ഗ്രന്ഥമാണ്. സാഹിത്യ തറവാട്ടിലേക്കല്ലേ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിപ്പോയത്? എത്രയെത്ര കവികൾ ജീവിച്ച അന്നത്തെ സാഹിത്യ തറവാട്ടിലെ തമ്പ്രാക്കന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിയ പരിശുദ്ധ ഗ്രന്ഥമല്ലേ? അതിൽ കൂടി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കണം. എത്രമാത്രം പ്രതിഫലമാണെന്നറിയോ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അതിന്റെ പേരിൽ അവനൊരു നന്മ രേഖപ്പെടുത്തും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ആ നന്മയെ അല്ലാഹു 10 വർദ്ധിപ്പിക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ ബോധ്യപ്പെടാൻ പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ,
വലാകിൻ അലിഫുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ. അപ്പോൾ ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 30 പ്രതിഫലമുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു 7 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തുൽ ബഖറയിലെ 286 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തു ആലി ഇമ്രാനിലെ ഒരു 200 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തുൽ നിസായിലെ ഒരു 175 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തുൽ ഇഖ്ലാസിൽ ഒരു 4 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തുൽ കൗസറിലെ 3 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാ? സൂറത്തുൽ അസ്റിലെ 3 ആയത്ത് ഓതിയാൽ എത്ര പ്രതിഫലമാണ്? ഖുർആനാകുന്ന 114 അധ്യായങ്ങളിലെ 30 ജുസുകളിലെ 6236 വരുന്ന ആയത്തുകൾ പഠിച്ചാൽ ഓതിയാൽ എത്ര പ്രതിഫലമാ? അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഖുർആനുമായൊന്ന് ബന്ധം പുതുക്കണം, നന്നായി പാരായണം ചെയ്യണം, അതിന്റെ അർത്ഥങ്ങളിലെ കൂളിയിട്ട് ചെന്ന് അതിന്റെ മുത്തുകളെ, പവിഴങ്ങളെ, വിജ്ഞാനങ്ങളെ കോരിയെടുക്കാൻ തീരുമാനിക്കണം. അതിന്റെ തഫ്സീറുകളിലൂടെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം. എന്നെ സൃഷ്ടിച്ച, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, കുത്തുബുകൾ അവതരിച്ച, പ്രവാചകന്മാരെ നിയോഗിച്ച അല്ലാഹു എന്നോട് പറഞ്ഞ വാചകം എന്താണെന്ന് ഇത്ര കാലമായിട്ടും നമുക്കറിയില്ലെങ്കിൽ സഹോദരന്മാരെ, അതുകൊണ്ട് ഖുർആനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റമദാനിൽ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ പുതുക്കണം. കാരണം ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളതാ ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും, അതുപോലെ നോമ്പും വരും. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും പറഞ്ഞത്. നോമ്പ് വന്നിട്ട് പറയും, അല്ലാഹുവേ അവന്റെ ഭക്ഷണം ഞാൻ തടഞ്ഞിട്ടുണ്ട്, അവന്റെ ആഗ്രഹങ്ങളെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ബിന്നഹാരി പകലിൽ ഫശഫ്ഇനി ഫീ, അതുകൊണ്ട് അവന് നീ ശുപാർശ കൊടുക്കണേ എന്ന് നമ്മൾ നോറ്റ നോമ്പ് പറയും. അതുപോലെ ഖുർആൻ പരലോകത്ത് വരും. എന്നിട്ട് ഖുർആൻ പറയുമത്രേ, മനഅതുഹുന്നൗമ ബില്ലൈൽ, രാത്രി അതാ ഞാൻ അവന്റെ ഉറക്കം തടഞ്ഞവനാണ്. ഫശഫ്ഇനി ഫീഹി, അല്ലാഹ് നീ അവന് പുറത്തു കൊടുക്കണേ, നീ അവന് ശുപാർശ ചെയ്യണേ. ആ സമയത്തതാ നോക്കൂ നിങ്ങൾ, അത് രണ്ടും ശുപാർശ നമുക്ക് വേണ്ടി ചെയ്യുമ്പോ അല്ലാഹു ആ ശുപാർശ സ്വീകരിക്കും. മാത്രമല്ല ഖുർആൻ ഹിഫ്ളാക്കിയാൽ, മനപ്പാടമാക്കിയാൽ ഖിയാമത്ത് നാളിൽ പ്രവിശാലമായ സ്വർഗലോകത്തേക്ക് കയറി ചെന്നുകൊണ്ട് അല്ലാഹു പറയുമത്രേ, ഇഖ്റഅ വർതഖി കമാ കുന്ത വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയാ, ദുനിയാവിൽ നീ പാരായണം ചെയ്തതുപോലെ നീ സ്വർഗലോകത്തിങ്ങനെ കയറിപ്പോയിക്കൊള്ളുക. അത് വെച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, സ്വർഗത്തിൽ 6236 ദർജകളുണ്ട്. കാരണം അത്ര ആയത്തുകളാണ് ഉള്ളത്. എന്നാൽ ഒരു ഹദീസിൽ കാണാം, ഫിൽ ജന്നതി 100 ദർജ, സ്വർഗത്തിൽ 100 ദർജയാ ഉള്ളത്. അഥവാ അടിസ്ഥാനപരമായിട്ടുള്ള ദർജകൾ 100 ആണെങ്കിലും അതിന്റെ ഫറആയിക്കൊണ്ട് കുറെ ദർജകൾ സ്വർഗത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാരത് കൂട്ടിയോജിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് റമദാൻ വരുമ്പോ റമദാനിന്റെ മുമ്പുള്ള ജീവിതത്തെ പോലെ റമദാനിലാകരുതേ. റമദാൻ പോലെ ഉള്ള ജീവിതം റമദാന് ശേഷമാകണം. അതുകൊണ്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മല്ലം നദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. മോശപ്പെട്ട വാക്കുകളും പ്രവർത്തികളും ഒരാളുടെ ജീവിതത്തിൽ റമദാനിൽ മുമ്പുള്ളതുപോലെ തന്നെ റമദാനിലും ഉണ്ടെങ്കിൽ അവൻ പട്ടിണി കിടന്നതുകൊണ്ട് യാതൊരു ആവശ്യവും അള്ളാഹ്ക്കില്ല. അള്ളാഹ്ക്ക് അങ്ങനത്തെ നോമ്പുകാരെ വേണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകം മിൻ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലമഉ. എത്രയെത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പ് കൊണ്ട് കുറെ വിശന്നു എന്നതല്ലാതെ. എത്രയെത്ര വകം മിൻ ഖായിമിൻ ലൈസ മിൻ എത്രയെത്ര ആളുകളാ അവരതാ രാത്രി നിന്ന് നമസ്കരിക്കുന്നു, കുറെ ഉറക്കമൊഴിച്ചു പ്രയാസപ്പെട്ടു എന്നതല്ലാതെ അവന്റെ രാത്രി നിസ്കാരം കൊണ്ട് കാര്യമില്ല. എപ്പോൾ ജീവിതത്തിൽ റമദാനിന്റെ ദിവസങ്ങളിലും ചീത്ത പറയുന്ന ആളുകൾ, തോന്നിവാസം ചെയ്യുന്ന ആളുകൾ, റമദാനിൽ പോലും ഹറാം ഒഴിവാക്കാത്ത ആളുകൾ, അവരുടെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല, അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട എന്നാണ്. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാകണം. ഈ റമദാനിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെക്കണം. കാരണം സ്വർഗം എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്തും ആഗ്രഹിച്ചാൽ കിട്ടുന്ന സ്വർഗം
സ്വർഗമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. അവിടുത്തെ പ്രത്യേകത പറയുകയാ, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. നമ്മുടെ മനസ്സ് ഇച്ഛിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും സ്വർഗത്തിലുണ്ടെന്നല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം, അവന്റെ ആഗ്രഹമാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരാ. ആർക്കാ ഭക്ഷണം ഇഷ്ടമില്ലാത്തത്? എല്ലാവരും ഭക്ഷണം ഇഷ്ടപ്പെടാറുണ്ട്. അതിൽ തന്നെ ഫ്രൂട്ട്സിനോട്, പഴവർഗ്ഗങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമില്ലേ? അതുകൊണ്ടാ അല്ലാഹ് പറഞ്ഞത് വഫാകിഹതിൻ കസീറ. പ്രവിശാലമായ സ്വർഗ്ഗലോകത്തതാ അല്ലാഹു ഒരുപാട് പഴവർഗ്ഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ദുനിയാവിൽ കാണുന്ന ആപ്പിളല്ല, ഓറഞ്ചല്ല, മുന്തിരിയല്ല. അത് പേര് മനസ്സിലാകാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു എന്നേ ഉള്ളൂ. ദുനിയാവിലെ പഴവർഗ്ഗങ്ങളുമായി, പാരത്രികമായ സ്വർഗ്ഗലോകത്തെ പഴവർഗ്ഗങ്ങളുമായി താരതമ്യം ചെയ്യണ്ട. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. അവിടുത്തെ സുഖാനുഗ്രഹങ്ങൾ തടയപ്പെടുന്നതല്ല, മുറിഞ്ഞു പോകുന്നതല്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്ന. ഫീഹാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. ഓരോ ഫ്രൂട്ട്സുകളും ഈ രണ്ടെണ്ണമായി അല്ലാഹു പകുത്തു നൽകുന്നതാണ്. വലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്. നോക്കൂ, അവിടെ പഴവർഗ്ഗം മാത്രമല്ല, പച്ചക്കറികളും ഉണ്ട്. സമറാത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും പെട്ടു, പച്ചക്കറികളും പെട്ടു. അതൊക്കെ കിട്ടുന്ന സ്വർഗം. ആർക്കാ അതിൽ ആഗ്രഹമില്ലാത്തത്? നമ്മളൊക്കെ അതിൽ ആഗ്രഹിക്കുന്നവരാകണം. അത് കിട്ടണോ? റമദാൻ ഉപയോഗപ്പെടുത്തണം. പ്രവാചകൻ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞില്ലേ, ഈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് എന്ന് വെക്കുക, എന്നാലും അത് പോയി നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുക എന്നത് ശ്രമകരമാണ്. അതുകൊണ്ട് അധ്വാനിക്കണ്ട. ഖുതൂഫുഹാ ദാനിയ. അത് നിങ്ങളിലേക്ക് അതാ ഫ്രൂട്ട്സ് ഇങ്ങനെ താഴ്ന്നു വരുന്നതാ. വജനൽ ജന്നതൈനിദാൻ. ആ പൂന്തോപ്പിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതാ. വദുല്ലിലതു ഖുതൂഫുഹാ തദ്ലീലാ. അത് നിങ്ങളുടെ അടുത്തേക്ക് താഴ്ന്നു വരുന്നതാകുന്നു. മാത്രമല്ല, മനുഷ്യൻ ഫ്രൂട്ട്സിനെ പോലെ ഇഷ്ടപ്പെടുന്നതാണല്ലോ മാംസം. നോക്കൂ, നിങ്ങൾ അല്ലാഹ് പറഞ്ഞു വലഹ്മി തൈരിൻ മിമ്മാ യശ്തഹൂൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസം സ്വർഗത്തിലുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറയാ. ഇനി പക്ഷികളുടേത് മാത്രമല്ല, മൃഗങ്ങളുടേതും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു. ഇനി ഒരാൾക്ക് ഫ്രൂട്ട്സ് കിട്ടി, പച്ചക്കറി കിട്ടി, മാംസം കിട്ടി, പക്ഷേ പാനീയമില്ലെങ്കിലോ? അതുകൊണ്ട് പാനീയവുമുണ്ട്. എവിടെയാ ഉള്ളത്? സ്വർഗത്തിലെ ഉന്നതമായ ദർജയാകുന്ന ഫിർദൗസാകുന്ന ദർജയിൽ നിന്റെ താഴ്ഭാഗത്തിരുന്ന് ഒഴുകുന്നതായ 4 നദികളെക്കുറിച്ച് സൂറത്തുൽ മുഹമ്മദിൽ പറഞ്ഞില്ലേ? ഫീഹാ അൻഹാറുൻ മിമ്മാഇൻ ഗൈരി ആസിൻ വഅൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമുഹു വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫാ. ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി, ശുദ്ധമായ പാലിന്റെ അരുവി, ശുദ്ധമായ തേനിന്റെ അരുവി, കുടിക്കുന്നവർക്ക് എന്തോരു രസമുള്ള മദ്യത്തിന്റെ അരുവി. ഇങ്ങനെ ഒരുപാട് പാനീയങ്ങളുണ്ട്. വയസ്ഖൗന ഫീഹാ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ. ഇവിടെ കാണുന്ന വെള്ളമല്ല കേട്ടോ സ്വർഗത്തിലെ വെള്ളം. ആ വെള്ളം പരിശുദ്ധമായ വെള്ളമാണ്. അതതാ മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലാഹു കുടിപ്പിക്കുന്നതാണ്. വയസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല ഐനം ഫീഹാ തുസമ്മാ സൽസബീല. സൽസബീൽ എന്ന പേര് വെക്കപ്പെട്ടിട്ടുള്ള അരുവിയിൽ നിന്ന് സഞ്ചബീൽ എന്ന ചേരുവ ചേർത്ത് കൊണ്ടുള്ള കോപ്പകളിലായി അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ.
മത്സരിക്കുന്നവർ ഇത് കുടിക്കാൻ വേണ്ടി മത്സരിക്കട്ടെ. റമദാനിൽ മത്സരിച്ചോ മുഅ്മിനീങ്ങളെ. വമിസാജുഹു മിൻ തസ്നീം, തസ്നീം എന്ന ചേരുവ ചേർത്തുകൊണ്ട് മിസ്ക് കസ്തൂരി കൊണ്ടുള്ള മുദ്ര വെക്കപ്പെട്ടിട്ടുള്ള മദ്യത്തിന്റെ കോപ്പകളിലായി മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ കുടിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ അവർക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറിയുണ്ട്, മാംസമുണ്ട്, അത് തന്നെ പക്ഷികളുടേതുണ്ട്, മൃഗങ്ങളേടുന്നുണ്ട്. കഴിഞ്ഞില്ല, അവിടെ പാനീയമുണ്ട്, വ്യത്യസ്തങ്ങളായ പാനീയമുണ്ട്. ഇതൊക്കെ തന്നെ പോയി അധ്വാനിച്ച് കഴിക്കുക എന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കിടയിൽ സേവനം ചെയ്തു തരാൻ സേവകന്മാര് അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരവാസം നൽകപ്പെട്ട ചില ബാലന്മാര് നിങ്ങളെ ചുറ്റി നടക്കുന്നതാ. നിങ്ങൾ പോയി എടുത്തു കഴിക്കണ്ട, നിങ്ങളുടെ അടുത്തതാ ബാലന്മാര് വന്നുകൊണ്ട് വേണോ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന സ്ഥിരവാസം നൽകപ്പെട്ട ബാലന്മാരുണ്ട്. ബിഅക്വാബിൻ വഅബാരിഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഈ ഭൗതികമായ ഈ ലോക ജീവിതത്തിലെ മദ്യം കഴിച്ച തലവേദന ഉണ്ടാകുമല്ലേ, ഛർദി ഉണ്ടാകുമല്ലേ, ശാരീരികമായ പ്രയാസങ്ങളും രോഗമുണ്ടാവുമെങ്കിൽ സ്വർഗത്തിലെ മദ്യം കഴിച്ചാൽ ഖുർആനിൽ അല്ലാഹ് പറയുകയാ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അവർക്ക് പിന്നെ തലവേദനയില്ല, ശാരീരികമായ രോഗങ്ങളില്ല എന്ന് മാത്രമല്ല, അവരതാ കോപ്പകളിലായി, കൂജകളിലായി, പാനപാത്രങ്ങളിലായി കൊണ്ട് നിങ്ങൾക്കതാ ഇതൊക്കെ കൊണ്ടുതരാൻ സ്ഥിരവാസം നൽകപ്പെട്ട ബാലന്മാരുണ്ട് എന്ന് ഒരായത്തിൽ പറയുമ്പോ മറ്റൊരായത്തിൽ അല്ലാഹ് പറയുകയാ വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും. നിങ്ങളാ ബാലന്മാരെ, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട സേവകന്മാരുണ്ടല്ലോ, ഇദാ റഅയ്തഹും, ആ മുത്തുമണികളെ, ആ കുട്ടികളെ കണ്ടാൽ അവര് കുട്ടികളാ, അവർക്ക് മീശയില്ല, താടിയില്ല, ബാലന്മാരാണ്, അവർക്കതാ പ്രായപൂർത്തി പോലും ആയിട്ടില്ലെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഇദാ റഅയ്തഹും, അവരെ നിങ്ങൾ കണ്ടാൽ ഹസിബ്തഹും, നിങ്ങൾ വിചാരിച്ചു പോകും ലുഅ്ലുഅം മൻസൂറ, ഇതെന്താ വിതറപ്പെട്ട മുത്തുകളാണോ എന്ന് പോലും അവരുടെ ഭംഗി കൊണ്ട്, സൗന്ദര്യം കൊണ്ട് തോന്നിപ്പോകുമാർ അത്രയും സൗന്ദര്യമുള്ള മക്കളാണ്. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, മുത്തുകളിൽ ഒളിച്ചു വെക്കപ്പെട്ടിട്ടുള്ള മുത്തുകളാണോ, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും സൗന്ദര്യമുള്ള ഗിൽമാനുകൾ ആൺകുട്ടികളായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. അതൊക്കെ കൊടുന്നു തരാൻ കൃത്യമായി സേവകന്മാരുണ്ട്. ഇനി ഇതൊക്കെ ഉണ്ട് എന്ന് വെക്കുക, എന്നാലും വസ്ത്രമില്ലല്ലോ. വസ്ത്രമില്ലെങ്കിൽ പിന്നെ അതിലൊരു രസമുണ്ടോ? പലരും വസ്ത്രം വലിയ അലങ്കാരമായി കാണുന്നവരാ, ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വസ്ത്രം ധരിക്കുന്നവരാ. എങ്കിൽ അല്ലാഹ് പറയുന്നു ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറുൻ വ ഇസ്തബ്റഖ്, നേർത്ത പട്ടുകൊണ്ടും കട്ടിയുള്ള പട്ടുകൾ കൊണ്ടുമുള്ള പട്ടിന്റേതായ വസ്ത്രം അവരെ ധരിപ്പിക്കുന്നതാണ്. ആഭരണം ധരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയ ഇഷ്ടമാണില്ലേ സ്വർണം ധരിക്കാൻ, വെള്ളി ധരിക്കാൻ. അല്ലാഹ് പറയും വഹുല്ലൂ അസാവിറ മിൻ ഫില്ല, അവർക്കതാ വെള്ളിയുടെ വളകൾ അണിയിക്കപ്പെടുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ വലിബാസുഹും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം പട്ടുകൊണ്ടുള്ളതാ. മാത്രമല്ല വജ്രങ്ങൾ കൊണ്ടുള്ള, പവിഴങ്ങൾ കൊണ്ടുള്ള, മുത്തുകൾ കൊണ്ടുള്ളതായ, സ്വർണങ്ങൾ കൊണ്ടുള്ള വളകൾ, ആഭരണങ്ങൾ സ്വർഗക്കാര അണിയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ ഉണ്ട് എന്ന് വെക്കുക. തിന്നാൻ മാംസമുണ്ട്, കുടിക്കാൻ പാനീയമുണ്ട്, പലതര ഭക്ഷണങ്ങളുണ്ട്, കൊണ്ടുതരുന്ന സേവകരുണ്ട്, കഴിക്കാനും ധരിക്കാനും അതാ വസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഇരിക്കാനൊരു ഇടമില്ലെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ? അതുകൊണ്ടാ അല്ലാഹ് പറഞ്ഞത് മുത്തഖീന അലാ ഫുറുസിൻ ബതായിനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൽ. ഈ ദുനിയാവിൽ കാണുന്ന സോഫയല്ല, കസേരയല്ല, അതിന്റെ ഉള്ളു പോലും
അതേ പട്ടുകൾ കൊണ്ട് മേത്തരം പട്ടുകളാ, അതേ നല്ല മുന്തിയ ഇനം കസേരകൾ, മുന്തിയ ഇനം സോഫകളിൽ അവർ ഇരിക്കുന്നതാണ്. അലാ സുറുറിൻ മൗദൂന, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട മെടഞ്ഞുണ്ടാക്കപ്പെട്ട മേത്തകളാണ്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, മുഅ്മിനീങ്ങൾ അതിൽ പരസ്പരം ഇരുന്ന് ചാരു കസേരയിൽ ഇരുന്ന് സ്വറ പറയുന്നവരാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു മുത്തഖീന അലാ റഫറഫിൻ ഖുദരിൻ വഅബ്ഖരീൻ ഹിസാൻ, പച്ച നിറത്തുള്ള അഴകുള്ള തലയണകളിൽ ചാരിയിരുന്നു കൊണ്ട് അവർ സംസാരിക്കുന്നവരാ. ഫീഹാ സുറുറുൻ മർഫൂഅ, ഉയർത്തിവെക്കപ്പെട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരാ. വഅക്വാബുൻ മൗളൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളിൽ അവർ കുടിപ്പിക്കപ്പെടുന്നതാ. വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി വെക്കപ്പെട്ട തലയണകൾ അവർക്കുണ്ട്. വസറാബിയു മബ്സൂസ, വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളിൽ അതേ സംസാരിച്ച് സമയം കളയുന്നവരാ. ഇതൊക്കെ ഉണ്ട് എന്ന് വെക്കുക. എന്നാലും നമ്മൾ ഈ ദുനിയാവിൽ അതേ പ്രവാസ ലോകത്തേക്ക് പോയി ഒരായുസ് പോലും അധ്വാനിക്കുന്നത് എന്തിനാ? എങ്ങനെയെങ്കിലും ഒരു ചെറിയ വീടെങ്കിലും ഇവിടെ ഉണ്ടാക്കി എന്റെ വൈഫിനൊത്ത്, എന്റെ കുട്ടികളുമൊത്ത്, എന്റെ ഉപ്പയുമൊത്ത് ഉമ്മയുമൊത്തൊന്ന് കൂടി താമസിക്കാനാണെങ്കിൽ സ്വർഗത്തിലതാ അമ്പരച്ചുംബികളായ, നോക്കൂ നിങ്ങൾ അല്ലാഹ് പറഞ്ഞത് ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താടിഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന അതേ തട്ടുകളായി കൊട്ടാരങ്ങളായി സൗധങ്ങളായി അമ്പരച്ചുംബികളായ കൊട്ടാര സമാനമായ വലിയ വീടുകളാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചത്. എന്നിട്ട് അതിനെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞതോ വൈദാ റഅയ്ത, നിങ്ങളെങ്ങാനും ആ വീടുകൾ കണ്ടാൽ സമ്മറഅയ്ത നഈമൻ വമുൽകൻ കബീറ, ഇതെന്താ വലിയ സാമ്രാജ്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്ന വലിയ തരം വീടുകൾ. ഇനി വീടുകൾ ഉണ്ടായിട്ടെന്താ? അതിൽ പറഞ്ഞിരിക്കാൻ സംസാരിച്ചിരിക്കാൻ കുടുംബമില്ലെങ്കിലോ ഭാര്യയില്ലെങ്കിലോ? അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു ഫീഹാ അസ്വാജും മുതഹറ, പരിശുദ്ധകളായ തരുണീമണികളുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, അവർ തണലുകളിൽ ചാരിയിരുന്ന് സംസാരിക്കുന്നവരാ. വഹൂറുൻ നഈൻ, നയനാനന്ദകരമായ കണ്ണുകളുള്ള വിശാലമായ നേത്രങ്ങളുള്ള നല്ല കട്ടിയുള്ളതായ വെളുത്ത നിറത്തിലുള്ള വലിയ വിശാലമായ നെറ്റിത്തടമുള്ള തരുണീമണികൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പികളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുകൾ ആരും ഇതേവരെ തുറന്നു നോക്കിയിട്ടില്ല, ആരും ഇതേവരെ സ്പർശിച്ചിട്ടുമില്ല. അങ്ങനെ പരിശുദ്ധങ്ങളായ സ്ത്രീകളുണ്ട്. ഇൻദഹും ഖാസിറാത്തുത് തർഫീൻ, പക്ഷിക്കൂട്ടിലെ മുട്ടകൾ പോലെ കാണാൻ എന്തൊരു സൗന്ദര്യമാ. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറയുകയാ. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടെന്താ? അവിടെ മരിക്കുമെങ്കിൽ രസമുണ്ടോ? അവിടെ മരിച്ചാൽ രോഗമുണ്ടെങ്കിൽ രസമുണ്ടോ? അവിടെ വയസ്സായാൽ പിന്നെ എന്ത് രസമാ ഉള്ളത്? ലായബലാ ശബാബുഹും, അവരുടെ യുവത്വം ചോർന്നു പോകൂല. അവർക്കെല്ലാവർക്കും 33 വയസ്സാണ്. ലായസ്കുമൂൻ, അവർക്കതാ രോഗം വരൂല. മയ്യദ്ഖുലുഹാ യഖ്ലുദു ലാ യമൂത്, സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാലോ അവൻ പിന്നെ മരിക്കൂല, അവൻ ശാശ്വതരാണ്. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ ഫൽയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമത്രേ, ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്കമു അബദാ, ഇനി എന്നും നിങ്ങൾ അരോഗ ദൃഢഗാത്രരായ 33 വയസ്സുള്ളവരാ, നിങ്ങൾക്കിനി അതാ വാർദ്ധക്യം പിടിപെടൂല, രോഗം നിങ്ങൾക്കുണ്ടാവൂല. വഇന്നലക്കും അൻ തഹ്യൗ, ഇനി എന്നെന്നും നിങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാ. ഫലാ തമൂതു അബദാ, നിങ്ങൾക്കിനി ഇവിടെ മരണമില്ല. വഇന്നലക്കും അൻ തൽഅമു വലാ തബ്അസു അബദാ, ഈ സുഖാനുഗ്രഹങ്ങളിൽ സുഖാഡംബരങ്ങളിൽ ഈ സ്വർഗീയ അനുഭൂതികളിൽ വിരാജിക്കുന്നവരാ, ഇത് നിങ്ങൾക്ക് മുറിഞ്ഞു പോകൂല. വഇന്നലക്കും അൻ തശിബ്ബു വലാ തഹ്റമു അബദാ, നിങ്ങൾ ഇനി എന്നും യുവാക്കളാ, നിങ്ങൾക്ക് വാർദ്ധക്യമെത്തൂല.
ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ, ഈ ദുനിയാവിലെ പോലെ അസൂയയുണ്ടെങ്കിലോ, പകയുണ്ടെങ്കിലോ, വിദ്വേഷമുണ്ടെങ്കിലോ, ഇഖ്തുണ്ടെങ്കിലോ, ഗില്ലുണ്ടെങ്കിലോ, ഗിസുണ്ടെങ്കിലോ അത് രസമില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ, അവിടുന്ന് എല്ലാവരുടെ അസൂയയെയും പകയെയും വിദ്വേഷത്തെയും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു പോക്കിക്കളയുന്നതാ. അവിടെ എല്ലാവരും ഐക്യത്തിലാ. അലാ ഖൽബിൻ വാഹിദ്, ഒരൊറ്റ ഹൃദയം പോലെ. ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുൽ, അവർക്കിടയിൽ തർക്കമില്ല, ഇഖ്തിലാഫില്ല, ഭിന്നാഭിപ്രായങ്ങളില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, അവർക്കതാ വിഷമമില്ല, അവർ അനാവശ്യ വർത്തമാനങ്ങൾ കേൾക്കുന്നവരല്ല. അവർക്കൊന്നും സന്തോഷത്തിന്റെ വർത്തമാനം, സമാധാനം സമാധാനം. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം സമാധാനം. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയരായി സമാധാനത്തോടുകൂടിയതാ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളിൽ നിന്ന് ഈ ദുഃഖമെല്ലാം പോക്കിക്കളഞ്ഞ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ആ ഒരു വിശാലമായ സ്വർഗലോകത്തേക്ക് അല്ലാഹു ക്ഷണിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന ഒരാളെക്കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമത്രേ, മാ അദ്ന അഹ്ലിൽ ജന്നത്തി മൻസില, ഏറ്റവും അവസാനം, അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ഏറ്റവും നിസ്സാരമായ പ്രതിഫലം ലഭിക്കുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞു തന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി സ്വർഗത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കും. ഉദ്ഖുലിൽ ജന്ന, ആ മനുഷ്യനോട് അല്ലാഹു പറയും, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. സ്വർഗക്കാര് മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലാണ് അദ്ദേഹം കടന്നു വരുന്നത്. അള്ളാഹു അവനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയും. അപ്പൊ ആ മനുഷ്യൻ ചോദിക്കും, ഐ റബ്ബി കൈഫ വഖദ് നസല الناس മനാസിലഹും വഅഖദ അഖദാതിഹിം, എങ്ങനെയാണ് അല്ലാഹ്, സ്വർഗക്കാര് മുഴുവൻ സ്വർഗത്തിലേക്ക് കയറിയല്ലോ, അവരുടെ സ്ഥാനങ്ങളൊക്കെ അവർ കൊണ്ടുപോയല്ലോ. അപ്പൊ അല്ലാഹു ആ മനുഷ്യനോട് പറയും, അത്തർല്ലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകി ദുനിയാ, ഈ ലോക ജീവിതത്തിലെ ഒരു രാജാവിന് കിട്ടുന്ന ആധിപത്യം, അത്രയും സ്വത്ത് നിനക്കുണ്ടെങ്കിൽ നീ തൃപ്തിപ്പെടുമോ? ആ മനുഷ്യൻ പറയും, റദീതു റബ്ബി, ഞാൻ തൃപ്തനാണ്, ഞാൻ തൃപ്തനാണ്. അപ്പൊ അല്ലാഹു പറയും, ലക വമിസ്ലുഹു 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 വമിസ്ലുഹു, 4 തവണ നിനക്ക് അത്രയും ഒരു രാജാവിന് കിട്ടുന്ന, ഒരു രാജാതിരാജന് കിട്ടുന്ന, ദുനിയാവിലെ ഒരു രാജാവിന് കിട്ടുന്ന മുഴുവൻ ആധിപത്യവും അതിന്റെ 4 ഇരട്ടിയും നിനക്കുണ്ടെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറയും, റദീതു റബ്ബി, അല്ലാ ഞാൻ തൃപ്തനാണ്. അല്ലാ പറയും, ഇല്ല, ലക മസ്തഹത് നഫ്സുക വഅശ്റതു അംസാലിഹി, നിനക്കതിനേക്കാൾ 10 ഇരട്ടിയുണ്ട്. ആ മനുഷ്യൻ പറയും, റദീതു റബ്ബി, അല്ലാ ഞാൻ തൃപ്തനാണ്. ഇന്നഹു ഹുവൽ ബർറു റഹീം, അല്ലാഹു നന്നായി പുണ്യം ചെയ്യുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെ ഭൂമിയുടെ ഖജനാവുകൾ അല്ലാഹുവിന്റെ പക്കലാണ് ഉള്ളത്. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെ ഭൂമിയുടെ താക്കോലുകൾ അവന്റെ പക്കലാണുള്ളത്. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, റബ്ബിന്റെ അരികിലുള്ളത് എന്നും അവശേഷിക്കുന്നതാണ്. അല്ലാഹ് പറയും, നിനക്ക് 10 ഇരട്ടിയുണ്ട്. അപ്പൊ ആ മനുഷ്യൻ പറയും, റദീതു റബ്ബി റദീതു റബ്ബി, അല്ലാഹ് ഞാൻ തൃപ്തനാണ്. അല്ലാഹ് പറയും, ഇല്ല ഇല്ല, ലക മസ്തഹത് നഫ്സുക വലദ്ദത് ഐനുക, നിന്റെ കണ്ണിന് കുളിർമയേകുന്ന എല്ലാം നിനക്ക് സ്വർഗത്തിലുണ്ട്, നിന്റെ മനസ്സ് ഇച്ഛിക്കുന്ന മുഴുവൻ നിനക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോ
മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കും, ഇത് സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഒരു പ്രതിഫലമാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിഫലം എന്തായിരിക്കുമെന്ന്. അള്ളാഹ് പറയും, ഉലൈകല്ലദീന അറതു വറസ്തു കറാമതഹും ബിയദി വഖതംതു അലൈഹാ, അതെന്റെ കൈകൾ കൊണ്ട് എന്റെ കറാമത്ത് കൊണ്ട് ഞാൻ ആദരിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. വഖതംതു അലൈഹാ, അതിൽ ഞാൻ സീൽ വെച്ചിരിക്കുന്നു. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുൻ, കണ്ണിന് കുളിർമയേകുന്ന എന്തെല്ലാം കാഴ്ചകളാണ് സ്വർഗത്തിലുള്ളത് എന്ന് ഒരാൾക്കും അറിയില്ല കേട്ടോ. അത് ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടതാണ്. യൂസിക്കു അഅദതു ലിഇബാദിയ സ്സാലിഹൂൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയം ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത എന്തെല്ലാം അനുഗ്രഹങ്ങൾ സ്വർഗലോകത്ത് ഉണ്ട് എന്നോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹു ചോദിക്കും, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു ചോദിക്കും, തുരീദൂന ശൈഅൻ ഫഅസീദുക്കും, നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗ്ഗക്കാര് ഒന്നടങ്കം മറുപടി പറയും, സുബ്ഹാനല്ലാഹ് അലം തുബയ്യിദു വജൂഹനാ, ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശിപ്പിച്ചില്ലേ, വതുദ്ഖിൽനാ അൽ ജന്ന, ഈ പ്രവിശാലമായ സ്വർഗ്ഗലോകത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ, തുനജ്ജിനാ മിനൻ നാർ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. ഫയുർഫഉൽ ഹിജാബ്, അല്ലാഹുവിന്റെ 4 ഹിജാബുണ്ട്, 2 പ്രകാശത്തിന്റെ 2 ഇരുട്ടിന്റെ, അതങ്ങ് ഉയർത്തപ്പെടുമ്പോൾ ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ, സ്വർഗ്ഗക്കാർ അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം, അവർ കുടിച്ച പാനീയങ്ങൾ, അവർ കഴിച്ച പഴവർഗ്ഗങ്ങൾ, മാംസങ്ങൾ, അവർ അവരുടെ വീടുകളിൽ ആസ്വദിച്ചത്, മേത്തരം സോഫകളിൽ സംസാരിച്ചത്, അതൊന്നും ഒന്നുമല്ലാതായി പോകുന്ന ഏറ്റവും വിലയേറിയ നിമിഷമാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർ ഉദ്ദേശിക്കുന്നതൊക്കെ സ്വർഗ്ഗത്തിലുണ്ട്, അതല്ലാതെ വേറെയും ഉണ്ടെന്നതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അന്നദുറു ഇലാ വജ്ഹില്ലാ ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക, അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക. ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ച ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും അചേതനവും സചേതനവുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ, ഗോചരവും അഗോചരവുമായ മുഴുവൻ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് അന്നം കൊടുത്ത് കൊണ്ടുപോരുന്നവനായ സൃഷ്ടാവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനേക്കാൾ പ്രിയപ്പെട്ടതായി പിന്നെ അവർക്കൊന്നും തോന്നില്ലെന്നല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിലുള്ള ആളുകൾ പല പല ആഗ്രഹങ്ങൾ പറയും, കൃഷി ചെയ്യാൻ ആഗ്രഹം പറയും. അള്ളാഹു ചോദിക്കും, കൃഷിക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്, ഇവിടെ പച്ചക്കറികളില്ലേ? അദ്ദേഹം പറയും, എന്നാലും എനിക്കെന്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പോ അദ്ദേഹത്തിനതാ അതിന് അനുമതി കൊടുക്കുന്നു. അദ്ദേഹം വിത്തിങ്ങനെ കൊഴിയുമെന്നാണ്. വിത്തിടുമ്പോൾ തന്നെ അത് പൊട്ടിമുളച്ച് വലിയ മരമായി അതിൽ നിന്ന് കായ്ക്കനികൾ മുളച്ച് വീണ്ടും വിത്തിടാൻ മാത്രം ഒറ്റ സമയം കൊണ്ട് അത്ര വലുതാകുന്നു. പ്രയാസമില്ലാതെ അവന്റെ കൃഷിയുടെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കും. അള്ളാഹ് പറയും, തമന്ന, നീ ആഗ്രഹിച്ചോ? ഫതമന്ന വയതമന്ന, സ്വർഗ്ഗക്കാർ ആഗ്രഹിക്കും, വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. ഹൽ തമന്നൈത, നിങ്ങളുടെ ആഗ്രഹമൊക്കെ കഴിഞ്ഞോ എന്ന് അള്ളാഹു ചോദിക്കും. അവര് പറയും, അതെ, ഞങ്ങൾ ആഗ്രഹം തീർന്നു. എങ്കിൽ ഫഇന്ന ലകമാ തമന്നൈത വമിസ്ലഹു മഅഹു, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അവിടെയുണ്ട്, അതുപോലെയുള്ളത് വീണ്ടുമുണ്ടെന്ന് പറയും. സ്വർഗത്തിലെ അങ്ങാടികളിലേക്ക് യൗമുൽ ജുമഅയിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും. അതോടുകൂടി അംസാലു റീഹു ഷിമാൽ എന്ന് പറയുന്ന റീഹു ഷിമാൽ എന്ന് പറയുന്ന അഥവാ കാബയുടെ പിന്നിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു കാറ്റായിരുന്നു അത്. ആ കാറ്റടിച്ചാൽ മഴ വരുന്നുണ്ടെന്ന സന്തോഷ വാർത്ത മക്കക്കാർക്ക് കിട്ടുമായിരുന്നു. ഒരുപാട് ഖൈറ് കൊണ്ടുവരുന്ന ആ കാറ്റിന് അവർ പേരിട്ട് വിളിച്ചതാ റീഹു ഷിമാൽ എന്ന്. ആ റീഹു ഷിമാൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, റീഹു ഷിമാൽ എന്ന കാറ്റടിക്കും, ആ കാറ്റ് അവരുടെ വസ്ത്രത്തിൽ തട്ടും, അവരുടെ മുഖത്തിൽ തട്ടും. നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്ന് നമ്മളൊരു ബൈക്കിൽ യാത്ര ചെയ്താൽ ഇവിടുത്തെ പൊടിപടലങ്ങൾ, ഇവിടുത്തെ കാറ്റടിച്ചാൽ നമ്മളെ വസ്ത്രം മുഷിഞ്ഞു പോകും, പല നാറ്റങ്ങളും ഉണ്ടാകും. സ്വർഗത്തിലെ കാറ്റ് തട്ടുമ്പോൾ അവരുടെ ഭംഗി നന്നായി വർദ്ധിക്കുകയാണ്.
ജുമയിൽ പുരുഷന്മാരാണ് ഒരുമിച്ച് കൂടുക അങ്ങാടികളിൽ നിന്ന് അവർ പിരിഞ്ഞു പോകും വീട്ടിലേക്ക്. ഫയർജിഊന ഇലാ അഹ്ലിഹിം, ഭാര്യമാര് വീട്ടിലുണ്ട്. ഭർത്താക്കന്മാരുടെ മുഖം വല്ലാതെ പ്രശോഭിച്ചിരിക്കുന്നു, കാണാൻ സൗന്ദര്യമുള്ളതായിരിക്കും. ഭാര്യമാര് ചോദിക്കും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നൻ വജമാല, ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ സൗന്ദര്യം നിങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഭർത്താക്കന്മാര് ഭാര്യയോട് തിരിച്ചു പറയും, വഅൻതും വല്ലാഹി ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നൻ വജമാല, നിങ്ങളുടെ ഭംഗിയും വർദ്ധിച്ചിരിക്കുന്നു എന്ന്. ഓരോ ജുമയിലും ഇങ്ങനെ ഭംഗി ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. അവിടെ സൂര്യനില്ല, ഒരു തരം പ്രകാശമായിരിക്കുമെന്നാണ്. ആ പ്രകാശം തട്ടുന്നതോടുകൂടി അവരുടെ ഭംഗി വർദ്ധിക്കും. മുദ്ഹാമ്മത്താൻ, പച്ച നിറത്തിലുള്ള, കറുപ്പിലേക്ക് ചായ്വുള്ള പച്ച നിറത്തിലുള്ള സ്വർഗത്തിന്റെ നിറത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതല്ലാതെ ലബിനത്തുൻ മിൻ ഫിദ്ദ വലബിനത്തുൻ മിൻ ദഹബ് വഹസ്ബാഉഹ എന്ന് തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ വെള്ളിയുടെ ഇഷ്ടികക്കല്ലുകൾ, അതുപോലെ സ്വർണത്തിന്റെ ഇഷ്ടികക്കല്ലുകൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അതിന്റെ ചിരൽ കല്ലുകൾ പോലും മുത്തുകളും പവിഴങ്ങളുമാണ്. അതിന്റെ ചേരുവ സിമന്റ് പോലും അതേ മിസ്കുള്ള ഗന്ധമുള്ളതാണ്, അത്രയും സുഗന്ധമുള്ളതാണ്. ഈ പവിഴങ്ങളിലേക്കും ഈ മുത്തുകളിലേക്കും വജ്രങ്ങളിലേക്കും വെള്ളിയിലേക്കും സ്വർണത്തിലേക്കും ആ പ്രകാശം തട്ടുമ്പോൾ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ അവിടെ ഇങ്ങനെ പ്രതിഫലിക്കും. അതുകൂടാതെ സ്വർഗത്തിന്റെ ഒരു നിറമാണ് മുദ്ഹാമ്മത്താൻ, കറുപ്പിലേക്ക് ചേർന്നിട്ടുള്ള പച്ച നിറമാണെന്ന് പറഞ്ഞു. അതുപോലെ മൃഗങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന്. ഇവിടെ കുതിര ഉണ്ടാകുമോ എന്ന് ചോദിക്കും അള്ളാഹുവോട് സ്വർഗത്തിൽ വെച്ച്. അള്ളാഹ് പറയും, അള്ളാഹ് അവനൊരു കുതിര കൊടുക്കുമെന്ന് മാത്രമല്ല, കുതിരയ്ക്ക് 2 ചിറകുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുകയും ആ ചിറകിലൂടെ ആ കുതിര സ്വർഗലോകത്തൊന്നാകെ പറന്നു കളിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ മനുഷ്യന്റെ ഒപ്പം വന്ന ഒരാൾ നബിയോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നബിയെ ഹൽ ഫിൽ ജന്നതി ഇബ്ലുൻ, ഒട്ടകം അവിടെ ഉണ്ടാകുമോ? കാരണം അവരുടെ ജീവിതം, അറബികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടകവും കുതിരയും ഈ മരുഭൂമിയും ഒക്കെ തന്നെയാണ്. അവർക്ക് അതേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അതേ ഒട്ടകമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ യുദ്ഖിലകല്ലാഹുൽ ജന്ന, നിന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിനക്ക് എല്ലാം ഉണ്ട്, നീ ആഗ്രഹിക്കുന്ന മുഴുവനുണ്ട്, നിന്റെ കണ്ണിന് കുളിർമയേകുന്നുണ്ട്. ഇവിടത്തെ പോലെ ലാ തബൂലു വലാ തറൂസ്, ഇവിടുത്തെ മൃഗങ്ങളെ പോലെ മൂത്രമൊഴിക്കാത്ത, കാഷ്ടിക്കാത്ത, കാണാൻ നല്ല സൗന്ദര്യമുള്ള മൃഗങ്ങളായിരിക്കും. അവിടെ പക്ഷികളുണ്ട്. ഫീഹാ ത്വയ്റുൻ അഅനാഖുഹാ കഅനാഖിൽ ജുസ്രി, ഒട്ടകത്തിന്റെ കഴുത്തുപോലെയുള്ള കഴുത്തുള്ള പക്ഷികൾ അവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ഇന്ന ഹാദിഹി ലനാഇമ, അത് കഴിക്കാൻ നല്ല രുചിയായിരിക്കുമല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അകൽതുഹാ അൻഅമു മിൻഹാ, അതിനേക്കാളൊക്കെ നല്ല സ്വാദുള്ളത് ഞാൻ അവിടെ നിന്ന് ഇസ്രാ മിഅ്റാജ് പോയപ്പോൾ കഴിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത്രയും വിശാലമായ ഈ സ്വർഗലോകത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല അവസരമാണ് സഹോദരന്മാരെ റമദാൻ. ആ റമദാനിൽ അള്ളാഹുവോട് പാപമോചനം തേടുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും നോമ്പിന്റെ മഹത്വം ഉൾക്കൊണ്ടത് നോൽക്കുകയും ഏറ്റവും നല്ല സമയമായി ഒരു നിമിഷം വെറുതെ പാഴാക്കാതെ മുഴുവനായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രയാസവും നീ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين.